ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത്തരം ഒരു വിഷയത്തെ നിങ്ങളുടെ ആദ്യ വെബിനാർ സീരീസിൽ പരിഗണിച്ചതും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും വളരെ നല്ല ഒരു ലക്ഷണമായി ഞാൻ കാണുന്നു. കാരണം ഇപ്പോൾ വളരെ പ്രസക്തമായ ഒരു സാമൂഹിക വിഷയം കൂടി ഗൗരവകരമായി നിങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായി കാണുന്നു. നമുക്ക് വളരെ പരിമിതമായ സമയമായതുകൊണ്ട് വളരെ പെട്ടെന്ന് വിഷയത്തിലേക്ക് പോകാം. ഇപ്പൊ അവതാരകൻ അഷ്റഫ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ റെസൊല്യൂഷനുകളെ കുറിച്ചാണ്. യുണൈറ്റഡ് നേഷൻസ് റെസൊല്യൂഷനുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലി. ഈ വിഷയം എനിക്ക് ചോദ്യമായി വന്ന ഒരു ചോദ്യം കൂടി ഉള്ളത് കൊണ്ടും ഇപ്പൊ പരാമർശിച്ചുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ആരംഭിക്കാം. യുണൈറ്റഡ് നേഷൻസിന്റെ റെസൊല്യൂഷൻ 181 പ്രകാരമാണ് പാലസ്തീനെ വിഭജിച്ചത്. അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ പാർട്ടീഷൻ പ്ലാൻ ആണ് ഇത് അംഗീകരിക്കേണ്ടതാണ് എന്ന് തുടർന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ഈ യുണൈറ്റഡ് നേഷൻസിന്റെ പാർട്ടീഷൻ പ്ലാൻ എന്ന് പറയുന്നത് ചർച്ച ചെയ്തത് ജനറൽ അസംബ്ലിയിലാണ്. ജനറൽ അസംബ്ലിയിൽ പാസ്സാക്കുന്ന ഒരു പ്രമേയം എന്ന് പറഞ്ഞാൽ അത് ബൈൻഡിങ് അല്ല. എന്നാൽ സെക്യൂരിറ്റി കൗൺസിലിൽ 181 റെസൊല്യൂഷൻ അവതരിപ്പിക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ യുണൈറ്റഡ് നേഷൻസിന്റെ റെസൊല്യൂഷൻ അനുസരിച്ചാണ് ഇസ്രയേൽ രൂപീകരിക്കപ്പെട്ടത് എന്നുള്ള വാദം നിലനിൽക്കുന്നില്ല. കാരണം ആ 181 എന്ന് പറയുന്ന റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജനറൽ അസംബ്ലിയിലാണ്. അത് ലീഗലി ബൈൻഡിങ് അല്ല. അതേസമയം സെക്യൂരിറ്റി കൗൺസിൽ അത് അവതരിപ്പിച്ചിട്ടുമില്ല. ഇനി ഈ എനിക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന്, ഈ വീറ്റോ പവർ എന്ന് പറയുന്നത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നതിന് ജനാധിപത്യ സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, ജനാധിപത്യ സ്വഭാവമില്ല. അതിന്റെ ഉദാഹരണമാണ് സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിപ്പിച്ച ഏതാണ്ട് 100ഓളം വരുന്ന ഇസ്രയേലിനെതിരായ എല്ലാ ഒരേ ഒരു റെസൊല്യൂഷനാണ് അടുത്ത കാലത്ത് അമേരിക്ക വീറ്റോ ചെയ്യാതിരുന്നത്. അത് 2016 സെറ്റിൽമെന്റ് പോളിസിയുമായി ബന്ധപ്പെട്ട് സെറ്റിൽമെന്റ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ഒരു റെസൊല്യൂഷൻ മാത്രമാണ് അമേരിക്ക അതും അനുകൂലിച്ച് വോട്ട് ചെയ്ത് അമേരിക്ക വിട്ടുനിന്നു 2016 2334 എന്ന് പറയുന്ന റെസൊല്യൂഷൻ മാത്രം. ബാക്കി എല്ലാ റെസൊല്യൂഷനുകളെയും വീറ്റോ ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്ന അമേരിക്ക വീറ്റോ ചെയ്യും, അതൊന്നും പാസ്സാക്കാതെ പോവുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ വീറ്റോ അധികാരം എന്ന് പറയുന്നത് നിലനിൽക്കുന്നിടത്തോളം കാലം യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് ജനാധിപത്യ സ്വഭാവമുള്ളതല്ല. അത് രൂപീകരിക്കപ്പെട്ട സമയത്ത് രണ്ടാം ലോക മഹായുദ്ധം വിജയിച്ചു എന്നുള്ള വൻ ശക്തികൾ അവരുടെ പക്ഷമാണ് വിജയിച്ചത് എന്നുള്ള കാരണത്താൽ അവർക്ക് ചില പ്രത്യേക പ്രിവിലേജുകൾ കൊടുത്തുവെങ്കിലും ലോക സാഹചര്യം മാറിപ്പോയിരിക്കുന്നു. ഇന്ന് പ്രധാന ശക്തികളായി മറ്റു പല രാജ്യങ്ങളും ഉണ്ട്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശക്തിയാണ്, ജപ്പാൻ പ്രധാനപ്പെട്ട ശക്തിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ലോക ശക്തികൾ ഉണ്ടായിരിക്കുമ്പോൾ ചില രാജ്യങ്ങൾക്ക് മാത്രം ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇല്ലാതാക്കാൻ, അതിനെ വീറ്റോ ചെയ്യാനുള്ള ഒരു പവർ നിൽക്കുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം 4 രാജ്യങ്ങൾ ഒരു തീരുമാനം എടുത്താലും ഒരു രാജ്യത്ത് അത് വീറ്റോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പിന്നെ ജനാധിപത്യ സ്വഭാവമില്ലാത്തതാണ്. അതുകൊണ്ട് അല്ലെങ്കിലും മറ്റു വിഷയങ്ങളിൽ ഇപ്പൊ റുവാണ്ടയിൽ നടന്ന വംശഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലെന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇസ്രയേൽ പാലസ്തീൻ വിഷയമാണ്. അതിനകത്തൊന്നും കൃത്യമായ രീതിയിൽ ഒരു തീരുമാനമെടുക്കാനോ, കാരണം സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയം പാസ്സാക്കിയാൽ മാത്രമേ സാങ്ഷൻസ് ഉൾപ്പെടെ അതിനകത്ത് ഇമ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇസ്രയേലിനെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്യണമെന്നുള്ള സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കണം. സെക്യൂരിറ്റി കൗൺസിൽ ഒരിക്കലും പാസ്സാക്കാൻ കഴിയില്ല അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വശത്തിരിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീറ്റോ പവർ ഇരിക്കുമ്പോൾ അതേസമയം മറ്റ് എമർജിംഗ് പവേഴ്സ്, ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തികൾ എന്ന് വിചാരിക്കാവുന്നത് ഈ യുണൈറ്റഡ് നേഷൻസ് ആരംഭിച്ചതിന് ശേഷം പല രാജ്യങ്ങളും ഉയർന്നു വന്നതിനെ പരിഗണിക്കാതിരിക്കുമ്പോൾ ഇത്തരം ഒരു അന്തർദേശീയ വേദി എന്ന് പറയുന്നത് നിഷ്ക്രിയമാണ്, നിഷ്ഫലമാണ്, പ്രയോജനമില്ലാത്തതാണെന്നുള്ളൊരു പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് ഈ കഴിഞ്ഞ 2021 ഒക്ടോബർ 8 തൊട്ട് ഇന്ന് വരെ നടക്കുന്ന നിരന്തരമായ നരഭേദവും വംശഹത്യയും നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല യുണൈറ്റഡ് നേഷൻസ് മാത്രമല്ല, ഇത്തരം അന്തർദേശീയ വേദികളെ ഒന്നും ഇസ്രയേൽ അംഗീകരിക്കുന്നില്ലെന്നതാണ്. ICJ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. വംശഹത്യ നടന്നു എന്ന് സംശയിക്കപ്പെടുന്നതായി അവർ ആരോപിച്ചു. അതായത് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ഈ പുരോഗമിച്ചത് എന്ന് നമ്മൾ പറയപ്പെടുന്ന രാജ്യങ്ങളെല്ലാം ചേർന്ന്, ഇനി വിജയിച്ചവർ എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇനി ഒരു യുദ്ധം എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള ആലോചന ശക്തമായി ഉണ്ടായിരുന്നു. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ യുദ്ധം ഒഴിവാക്കാൻ വയ്യ. അങ്ങനെ വന്നാൽ എങ്ങനെ യുദ്ധം ചെയ്യാം, എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്, യുദ്ധത്തിൽ എന്ത് ചെയ്തുകൂടാ, എന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് ധാരാളം ഫോറങ്ങൾ ഉണ്ടാകുകയും ചർച്ചകൾ ചെയ്യുകയും നിയമങ്ങൾ ഉണ്ടാക്കുകയും ശിക്ഷാർഹമായ നിയമങ്ങളാക്കി അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്ക് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ ഉണ്ട്, നമുക്ക് ജനീവ കൺവെൻഷൻ ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട്, ICC ഉണ്ട്, ICJ, ഇത് ഇങ്ങനെ വിവിധ ഫോറംസ് ഇതിനുണ്ടാകുകയും അവിടെ ചില കുറ്റകൃത്യങ്ങൾ അതീവ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളായി അവർ തീരുമാനിക്കുകയും ചെയ്തു. അത് കുറച്ചു കാലങ്ങളെങ്കിലും അത് പാലിക്കപ്പെട്ട് പോകുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കളക്റ്റീവ് പണിഷ്മെന്റ്. ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്താൽ അവരുടെ കുടുംബത്തെ മൊത്തം കൊല്ലുന്നത് കളക്റ്റീവ് പണിഷ്മെന്റ് ആണ്.
ഒരു ദേശം എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ രാജ്യത്തെ മൊത്തം മുടിപ്പിക്കുന്നത് കളക്റ്റീവ് പണിഷ്മെന്റ് ആണ്. ഡിസ്പ്രപ്പോർഷനായിട്ട് ആയി ആക്രമിക്കുന്ന കളക്റ്റീവ് പണിഷ്മെന്റിന്റെ പരിധിയിൽ വരും. കളക്റ്റീവ് പണിഷ്മെന്റ് ആണ് കഴിഞ്ഞ ഒക്ടോബർ 8 തൊട്ട് പലസ്തീനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ഫോഴ്സ്ഫുൾ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ കൃത്യമായ രീതിയിൽ ഇസ്രയേൽ പറഞ്ഞു, നിങ്ങൾ ഗസയിലുള്ളവർ ഒഴിഞ്ഞു പോകണം. ഒരാളെ വീട്ടിൽ നിന്ന്, അത് സിവിലിയൻസ്, അവരോട് ഒഴിഞ്ഞു പോകണം എന്ന് പറയാൻ മറ്റൊരു രാജ്യത്തിന് അവകാശമില്ല. ഒരു പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നത്, ഒരു ടെറിട്ടറിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ഒഴിവായി പോകാൻ പറയുന്നത് അത് ഫോഴ്സ്ഫുൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് കുറ്റകരമായ ശിക്ഷയാണ്, ശിക്ഷാർഹമായ ഒരു കുറ്റമാണ്. അപ്പൊ അത് അങ്ങനെ അതായത് 1945 തൊട്ട് 50 വരെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ അത്രയും പോലും ജനാധിപത്യ ബോധമില്ലാത്ത, അത്രയും പോലും മനുഷ്യ സ്നേഹമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം ഭരണകർത്താക്കളാണ്. അതിലൊരു കാരണം ഈ ഡീകോളനൈസേഷൻ ഒക്കെ നടക്കുന്നു, കോളനികൾ ഇല്ലാതെയായി ആയിക്കൊണ്ടിരിക്കുന്നു. വേറെ തരത്തിൽ കോളനി എന്നെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് പുതിയ ദേശരാഷ്ട്രങ്ങളൊക്കെ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് വന്നിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് ദീർഘകാലം കോളനികളോട് യുദ്ധം ചെയ്തും സമരം ചെയ്തും ത്യാഗം സഹിച്ചും ഒക്കെ വളർന്നു വന്ന ഒരു കൂട്ടം ഭരണാധികാരികളായിരുന്നു ഈ രാജ്യങ്ങളെല്ലാം ഭരിച്ചിരുന്നത്. അതിന്റെ മൂന്നാമത്തെ തലമുറയായി എന്ന ഉദ്ദേശം നമുക്ക് പറയാം. ഇപ്പോൾ ഭരണാധികാരികളായി വരുന്നവർ ഇത്തരത്തിൽ ത്യാഗോജ്വലമായ ഒരു ജീവിതം നയിക്കുകയോ ഇവർക്ക് രാഷ്ട്രത്തെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ച് കൃത്യമായ സങ്കല്പമോ നീതിബോധമോ ഇല്ലാത്ത ഒരു കൂട്ടം കച്ചവടക്കാരും വർഗീയവാദികളുമായ ആളുകൾ രാജ്യങ്ങളുടെ തലപ്പത്ത് വരികയും അവർ കാര്യങ്ങളെ നിശ്ചയിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു ഗതികേടായ ഒരു ദുര്യോഗമായി നമ്മൾ കാണാം. അത്തരത്തിലെ ഏറ്റവും നികൃഷ്ടവും നീചവുമായ ഒരു ഭരണകൂടമായി ഇസ്രയേൽ നിലനിൽക്കുന്നു. ലോക രാജ്യങ്ങളല്ല, ഈ ലോകത്തെ ഭരണകൂടങ്ങളും ജനങ്ങളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. പല രാജ്യങ്ങളിൽ ഭരണകൂടങ്ങൾ ഇവരെ അനുകൂലിക്കുകയോ മൗനമായിരിക്കുകയോ ചെയ്യുമ്പോൾ ഒരു രാജ്യത്തെയും ജനങ്ങൾ, ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇസ്രയേലിന്റെ ഈ നരമേധത്തെ നരനായാട്ടിനെ അനുകൂലിക്കുന്നില്ല. യൂറോപ്പിലൊക്കെ ചെന്നാൽ ഞാൻ പല പ്രാവശ്യമില്ല യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, അവിടെയൊക്കെ നടക്കുന്ന ജനങ്ങളുടെ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഭരണകൂടം മൗനമായിരിക്കുകയോ ഇല്ലെങ്കിൽ അവർ ചില ഫോറങ്ങളിൽ സംസാരിച്ച് പിരിയുകയോ ചെയ്യുമ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി അതിനെതിരെ പ്രതിഷേധിക്കാം. അപ്പൊ അതിന് ഇസ്രയേലിന്റെ പക്ഷത്ത് നിന്ന് എനിക്ക് വന്നിരിക്കുന്ന ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാന്നുള്ളത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കാമല്ലോ. അതുകൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഇവരെ വീറ്റോ ചെയ്യുകയും പൂർണ്ണമായി അവരുടെ ഇസ്രയേലിന്റെ നടപടികളെ സഹായിക്കുകയും ആയുധങ്ങൾ നിർലോഭം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ യുദ്ധം ഇസ്രയേലുള്ള യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. കാരണം യുദ്ധം നമ്മൾ പൊതുവെ പറയുന്നത് ഒരു യൂണിഫോം ഇട്ട പട്ടാളക്കാരൻ മറ്റൊരു രാജ്യത്തിലെ യൂണിഫോം ഇട്ട പട്ടാളക്കാരനെയോ ഇല്ലെങ്കിൽ അവരുടെ നേവൽ ബേസുകളെയോ അവരുടെ സങ്കേതങ്ങളെ ആക്രമിക്കുന്നതിനാണ് നമ്മൾ പൊതുവെ യുദ്ധം എന്ന് പറയും. സിവിലിയന്മാരെ ആക്രമിക്കുന്നത്, കുട്ടികളെ കൊല്ലുന്നത്, സ്ത്രീകളെ ആക്രമിക്കുന്നത്, സിവിലിയന്മാരെ ആക്രമിക്കുന്നതൊന്നും യുദ്ധം നമ്മൾ പറയാറില്ല. അതുകൊണ്ട് ഇതൊരു അധിനിവേശമാണ്, ഇതൊരു യുദ്ധമല്ല. ഇത് ആരംഭിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ അവിടെ എടുത്തു പറയേണ്ടതായ ഒരു കാര്യം, ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇരുന്നാണെങ്കിലും അത് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. ഈ അധിനിവേശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതൊരു സംശയം വേണ്ട, ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതിനകത്ത് യഹൂദന്മാർ ഞാൻ രണ്ടാമതേ കുറ്റം പറയുള്ളൂ. ഇപ്പോഴത്തെ കൊലപാതകങ്ങൾക്കും ഇപ്പോഴത്തെ അധിനിവേശത്തിനും ഇപ്പോഴത്തെ നരമേധത്തിനും ഉത്തരവാദി ഇസ്രയേൽ ആണെങ്കിൽ, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നതിന്റെ പിന്നിൽ, ഇപ്പോഴത്തെ പുരാധനിക ദേശശാസ്ത്രം എന്ന നിലയിൽ ഇസ്രയേൽ ഉണ്ടാകുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. അവർക്ക് സൂയസ് കനാലിന്റെ മേലിൽ ഒരു ഇന്ത്യയും ഈജിപ്തും അവരുടെ ഒരു കോളനി ആയിരുന്ന കാലത്ത്, അതായത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്ത് ഇന്ത്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന പ്രകൃതി വിഭവങ്ങളെ അതിസമ്പന്നമായിട്ട് ഇന്ത്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും അതുപോലെ മറ്റ് കോളനികളിൽ നിന്നും കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന വസ്തുക്കളുടെ ചരക്ക് ഗതാഗതം സൂയസ് കനാലിൽ കൂടി ആയതുകൊണ്ട് അത് പ്രദേശത്ത് ഒരു ഇടത്താവളം എന്ന നിലയിൽ അതിന്റെ പേരിൽ ഒരു അധീശത്വം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ രഹസ്യ ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. ആ രഹസ്യ ഉടമ്പടി പ്രകാരം പാലസ്തീൻ ഉൾപ്പെടുന്ന ഫ്രാൻസ് ജോർദാന്റെ അധിപനായി ബ്രിട്ടൻ മാറുകയും ലെബനോനും സിറിയയും ഫ്രാൻസിന്റെ അധീനതയിലായി തീരുകയും ചെയ്യുന്ന രഹസ്യ ഉടമ്പടി മറ്റൊരു ഭൂഖണ്ഡത്തിൽ നിന്ന് ആ നാട്ടിലെ ജനങ്ങൾ അറിയാതെ ഏർപ്പെടുകയും ചെയ്തു. അതിനുശേഷം ബാൽഫർ വിളംബരം വരുന്നു. ബാൽഫർ വിളംബരത്തിനകത്തും യൂറോപ്പിലെന്ന് പ്രശ്നമായിരുന്ന യൂറോപ്പിന്റെ പ്രശ്നമായിരുന്ന ആ യഹൂദന്മാർക്ക് ഇന്നത്തെ ഇസ്രയേലുമായോ പാലസ്തീനുമായോ പാരമ്പര്യം കൊണ്ടോ ജീവിത രീതി കൊണ്ട് സാംസ്കാരികമായി ഒരു ബന്ധവുമില്ലാത്തവരാണ്. അവർ കഴിഞ്ഞ 10,500 വർഷങ്ങളായി യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുകയും അവരുടെ സാംസ്കാരികമായ വളർച്ചയും അവിടുത്തെ കുറച്ച് ജനാധിപത്യ ബോധമുള്ള ഒരു കൂട്ടം മനുഷ്യർ, നമ്മൾ ജനാധിപത്യ ബോധമുള്ള ഉന്നത സാംസ്കാരിക മൂല്യങ്ങളുള്ളവരെന്ന് യൂറോപ്പിൽ കരുതുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യരാണ് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ. പക്ഷെ അതേസമയം അറബ് നാടുകളിലെല്ലാം യഹൂദന്മാരുണ്ടായിരുന്നു. അവർ കുറച്ചുകൂടി ഗോത്രീയ സ്വഭാവമുള്ള നാടുവളർത്തുകയും ഒലിവ് തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ഒക്കെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവരുടെ സംസ്കാരമോ അവരുടെ മതമോ മതപരമോ സാംസ്കാരികമോ ആത്മീയമോ
ഇല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായ ഒരു ധാരണയുമില്ലായിരുന്ന ഒരു കൂട്ടം മനുഷ്യർ മറ്റൊരു രാജ്യത്ത് വന്ന് പാലസ്തീനിലോട്ട് കുടിയേറുകയും അവിടെ ഒരു രാജ്യം സ്ഥാപിക്കുകയും അതിന്റെ കൂടി അധികനായി ബ്രിട്ടൻ ആയിരിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടന്റെ ഒരു താല്പര്യം. അങ്ങനെയാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നത്. പക്ഷെ അതിനും പ്രധാനപ്പെട്ട ഒരു കാര്യം ബാൽഫർ വിളംബരം പുറപ്പെടുവിക്കുന്നു, നാഷണൽ ഹോം ഫോർ ജൂസ്, യഹൂദന്മാർക്ക് വേണ്ടി ഒരു നാഷണൽ ഹോം പാലസ്തീനിൽ സ്ഥാപിക്കാമെന്ന് പറയുന്നു. അതിനൊരു ഇന്റർനാഷണൽ ലെജിറ്റിമസി ഇല്ലായിരുന്നത് കൊണ്ട് യുണൈറ്റഡ് നേഷൻസിന് മുൻഗാമിയായ ലീഗ് ഓഫ് നേഷൻസ് ബ്രിട്ടൻ ഒരു മാൻഡേറ്റ് കൊടുക്കുകയാണ്. പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം, അതായത് ട്രാൻസ്ജോർഡാൻ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം, അവർക്ക് സ്വയംഭരണാവകാശത്തിന് കഴിവുണ്ടാകുന്നവരത്തേനും അവരുടെ മേൽ അവരെ അഡ്മിനിസ്റ്റർ ചെയ്യുക, അതിനുവേണ്ടി ഒരു മാൻഡേറ്റ് കൊടുക്കുകയും ആ മാൻഡേറ്റിന്റെ ഉള്ളിൽ ഈ ബാൽഫർ വിളംബരം ഇവർ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ബ്രിട്ടൻ ചെയ്ത അങ്ങേയറ്റത്തെ സ്ഥിതി. അപ്പോ ലീഗ് ഓഫ് നേഷൻസിന്റെ ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ വാലിഡിറ്റി ഉള്ളതാണ്, ലീഗാലിറ്റി ഉള്ളതാണ്, അത് ലെജിറ്റിമസി ഉള്ളതാണ്. അപ്പൊ ആ ലെജിറ്റിമസി ഇല്ലാതിരുന്ന ബ്രിട്ടന്റെ താല്പര്യപ്രകാരമുള്ള ബാൽഫർ വിളംബരത്തെ ഇതിന്റെ പ്രിയാമ്പിളിൽ ചേർത്തു എന്നുള്ളതാണ് ബ്രിട്ടൻ ചെയ്ത ഏറ്റവും വലിയ ശരി. അങ്ങനെ അന്തർദേശീയമായി അംഗീകരിക്കപ്പെടുന്ന മാൻഡേറ്റ് എന്ന് പറയുന്ന ബ്രിട്ടൻ കൊടുത്ത മാൻഡേറ്റിൽ ബാൽഫർ വിളംബരത്തിന്റെ പ്രധാനപ്പെട്ട സാരാംശങ്ങളെല്ലാം ഉൾപ്പെടുത്തുകയും അങ്ങനെ യഹൂദന്മാർ, അതായത് യൂറോപ്പുകാർക്ക് പ്രശ്നമായിരുന്ന അസ്കനാസി യഹൂദന്മാരെ അനധികൃതമായി ക്രമാതീതമായി പാലസ്തീൻ എന്ന് പറഞ്ഞ നാട്ടിലേക്ക് കുടിയേറുകയും അങ്ങനെ 9% ഉണ്ടായിരുന്ന യഹൂദന്മാർ പരദേശികളായി, അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാംസ്കാരികമായും ചരിത്രപരമായും രാഷ്ട്രീയമായും മതപരമായും ഒരു തരത്തിലും പാരമ്പര്യപരമായും ആ ദേശത്തെ മനുഷ്യരുമായി ഒരു തരത്തിലും ബന്ധമില്ലായിരുന്നു മറ്റൊരു കൂട്ടം മനുഷ്യർ അവിടെ വന്ന് താമസിക്കുകയും ക്രമാനുഗതമായി അവരുടെ സംഖ്യ കൂടുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഏതാണ്ട് 33-40% ജനങ്ങൾ യഹൂദന്മാരായി മാറുകയും അങ്ങനെ അവിടെ ഒരു പാർട്ടീഷൻ നടത്തി. ഈ പാർട്ടീഷൻ പ്ലാൻ എന്ന് പറയുന്നത് ആദ്യത്തെ പാർട്ടീഷൻ ശരിക്കും ഈ പാലസ്തീനിൽ ഇങ്ങനെ ഒരു പാർട്ടീഷൻ നമ്മുടെ രാജ്യം നടക്കുന്ന അവർ കാണുന്നത് ആകെ അനധികൃതമായി ധാരാളം ജനങ്ങൾ വരുന്നു, അവർ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ തമ്പടിക്കുന്നു, ബാക്കിയുള്ള സ്ഥലത്ത് അവിടുത്തെ കുറച്ച് വില കൊടുത്ത് വാങ്ങുന്നു, ബാക്കിയുള്ള കാരണം കുറച്ചുകൂടി യുദ്ധം കണ്ടവരും കുറച്ചുകൂടി യൂറോപ്യൻ രീതികൾ പഠിച്ചവരുമായ അവർക്ക് ഈ ആട്ടിടയന്മാരായിരുന്ന നൊമാഡുകളായിരുന്ന ഒലിവുതോട്ടങ്ങൾക്ക് കൃഷിക്കാരായിരുന്ന കാശ്മീർത്തി ജീവിക്കുന്ന മനുഷ്യന്മാരെ അധീശത്വം നേടുക എന്നുള്ള അധികാരം ഉറപ്പിക്കാൻ വളരെ എളുപ്പമായിരുന്നു. മാത്രമല്ല സയനിസ്റ്റ് ഓർഗനൈസേഷന്റെ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുള്ള സയനിസ്റ്റ് ഓർഗനൈസേഷന്റെ സാമ്പത്തികവും സ്ട്രാറ്റജിക്കലുമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരു രാജ്യമായി മാറി. അങ്ങനെ രാജ്യമായി മാറുന്നതിന് മുൻപ് തന്നെ അവിടെ ഈ അനധികൃതമായ കുടിയേറ്റം നടക്കുന്ന കാലത്തെല്ലാം ലഹളകൾ അവിടെ നടന്നു. കാരണം പാലസ്തീനിൽ താമസിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങോട്ട് ജനങ്ങൾ വരുന്നവർ സ്ഥലം കൈയേറുന്നവർ തിരിച്ചു പോകുന്നില്ല. ഏതാണ്ട് 1900 വരെയുള്ള കാലഘട്ടത്തിൽ അവർ കാണുന്നുണ്ട് യൂറോപ്പിൽ നിന്ന് ജെറുസലേം സന്ദർശിക്കാനായി തീർത്ഥാടകരായ യഹൂദന്മാർ വരുന്നുണ്ട്. പക്ഷെ അവർ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു പോകുകയും അവരെ സെറ്റിലാവുന്നത് ആ രാജ്യത്ത് വന്ന് ഒരു കുടിയേറ്റം നടത്തി സ്ഥലം വാങ്ങുകയോ സ്ഥലം കൈയേറുകയോ ചെയ്തുകൊണ്ട് അവിടെ ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണെന്ന് അപ്പോഴും അവർക്ക് പിടികിട്ടുന്നില്ല. അങ്ങനെ സംഘർഷം മൂർച്ഛിച്ച സമയത്താണ് ഏതാണ്ട് 1936, 37, 38 വർഷങ്ങളിൽ ബ്രിട്ടൻ ഒരു കമ്മീഷനെ വെക്കുകയാണ്, പിയൽ കമ്മീഷൻ റിപ്പോർട്ട്. പിയൽ കമ്മീഷൻ റിപ്പോർട്ട് ആണ് ആ റിപ്പോർട്ട് വരുമ്പോഴാണ് പാലസ്തീനിൽ ആദ്യം അറിയുന്നത് ഞങ്ങളുടെ നാട്ടിൽ വിട്ടുമുറിക്കാൻ പോകുന്നത്. പിയൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 20% ഓഫ് ദ ലാൻഡ് ഫോർ ജ്യൂസ്, 20% ലാൻഡ് ജ്യൂസിനും 80% ലാൻഡ് പാലസ്തീനികൾക്കും പിന്നെ ജെറുസലേം എന്ന് പറയുന്ന ബ്രിട്ടന്റെ കീഴിലും ജെറുസലേമും ബേത്ലഹേമും ബ്രിട്ടന്റെ കീഴിലും ഇരിക്കാനുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് ന്യായമായി തോന്നിയേക്കാം ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കി 20% സ്ഥലം കൊടുത്ത് യഹൂദന്മാരെ പ്രശ്നം സോൾവ് ചെയ്തിരുന്നെങ്കിൽ 80% ഓഫ് ദ ലാൻഡ് ഇവർ കിട്ടുമായിരുന്നല്ലോ, പാലസ്തീനികൾ കിട്ടുമായിരുന്നല്ലോ. എങ്കിൽ പിന്നെ അത് കുറച്ചൊരു നല്ലൊരു തീരുമാനമല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ പിയൽ കമ്മീഷൻ റിപ്പോർട്ടിലെ പൂർണ്ണമായും പാലസ്തീനികളും അറബ് രാജ്യങ്ങളും തള്ളിക്കളഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ രാജ്യം വിഭജിക്കാനുള്ളതല്ലായിരുന്നു. അവിടെ മാത്രമല്ല അവരോട് ചോദിച്ചിട്ടേ ഇല്ല. ഈ പാലസ്തീനിൽ താമസിക്കുന്ന മനുഷ്യരോട് ഒരിക്കലും ചോദിച്ചില്ല ഇതെങ്ങനെ വേണം, ഇവിടെ ഈ രാജ്യം വിഭജിക്കാതിരിക്കണമോ, അതോ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് അവരുടെ അഭിപ്രായം കൂടാതെ മറ്റൊരു ഭൂഖണ്ഡത്തിൽ ഇരുന്ന് ചെയ്ത ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു പിയൽ കമ്മീഷൻ റിപ്പോർട്ട്. ഇതിന് സമാനമായി പറയാവുന്ന ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് 1980-കളിൽ ഖാലിസ്ഥാൻ വാദം വരുന്നുണ്ട്. അന്ന് ഖാലിസ്ഥാനികൾ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്നവരായിരുന്നില്ല. അവർക്ക് ഇന്ത്യയിൽ ആദ്യകാലം തൊട്ട് ഇന്ത്യ ജീവിച്ചിരുന്ന സാംസ്കാരികവും മതപരവുമായ അവർക്കൊരു സ്വത്വം ഉണ്ടായിരുന്നില്ല. അത് പൂർണ്ണമായി ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിഖുകാർ ഇന്ത്യയുടെ 3.8% ലാൻഡ് മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങൾക്ക് ഒരു രാജ്യമായി മാറണം, ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമായി മാറണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് വിഘടനവാദമായിട്ടാണ് കണ്ടത്. ഞാനും അതിന് വിഘടനവാദമായിട്ടാണ് കാണുന്നത്. ഇന്ത്യ അതിനെ അടിച്ചമർത്തുകയും ഇന്ത്യ എന്ന് പറയുന്ന മെയിൻ ലാൻഡിന്റെ ഒരു പാർട്ടായി ഇന്നും അത് നിലനിൽക്കുകയും ചെയ്തു. അതിന്റെ റിപ്രിക്കേഷൻ നമുക്കറിയാം. ഇന്ന് കാനഡയിൽ പ്രത്യേകിച്ച് നമ്മുടെ എംബസികളുടെ മുമ്പിൽ പലപ്പോഴും അവരൊന്ന് പ്രകടനം നടത്താറുണ്ട്, അക്രമം നടത്താറുണ്ട്, ബ്രിട്ടനിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും 40 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ പ്രശ്നങ്ങൾ ഇന്നും പല രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ മറിച്ച് എന്ന് ചോദിച്ചാലോ,
അന്ന് 3.8% എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ലാൻഡിന്റെ ടോട്ടൽ ഏരിയ വെച്ചപ്പോൾ ഒന്നുമല്ല. എങ്കിൽ പിന്നെ അവർക്ക് കൊടുത്തൊരു രാജ്യമായി മാറിയാൽ പോരായിരുന്നു. അത് ഇന്ത്യയുടെ ഭാഗമാണ്, ഗ്രേറ്റർ ഇന്ത്യയുടെ പാർട്ടാണത്, അതൊരു വിതരണ ഭാഗമാണ്. ഇതേ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇതേ ലോജിക്ക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, പാലസ്തീൻ എന്ന് പറയുന്നൊരു ഭൂപ്രദേശം, അതിന്റെ 20% വരുന്ന ഭൂപ്രദേശം എങ്ങു നിന്നോ വന്നവർ, ഖാലിസ്ഥാൻവാദികൾ ആരും എങ്ങു നിന്ന് വന്നവരായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന് നമ്മുടെ സൈന്യത്തിൽ അവരുടെ പ്രസൻസ് എല്ലാം നമുക്കറിയാം. ആ രീതിയിൽ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത, രാജ്യത്തിന്റെ വളർച്ചയിൽ എല്ലാ തരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്ത, അതിശക്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കർഷകരും സൈന്യത്തിലും പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരായിരുന്നു നമ്മുടെ ഭാഗമായി. പക്ഷേ ആ സാംസ്കാരികമായും ചരിത്രപരമായും പാലസ്തീന്റെ ഭാഗമല്ലായിരുന്ന ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് 20% ലാൻഡ് വേണമെന്ന് പറഞ്ഞാൽ ന്യായമായും അവരും പറഞ്ഞു ഞങ്ങളുടെ രാജ്യം വിഭജിക്കാനുള്ളതല്ല. അങ്ങനെ വീണ്ടും കുടിയേറ്റം മുമ്പോട്ട് വരുന്നു. അപ്പോഴാണ് ബ്രിട്ടൻ ഓൾറെഡി അവർ കമ്മിറ്റ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഒരു രാജ്യം എന്നല്ല അവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിനകത്ത് ഏറ്റവും തന്ത്രമായി പറയുന്നത്, നിങ്ങൾക്കൊരു നാഷണൽ ഹോം. ഈ നാഷണൽ ഹോം എന്ന് പറയുന്നത് അതെന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു രൂപമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു നാഷണൽ ഹോം ഇവിടെ സ്ഥാപിച്ചു തരാം എന്ന് പറയുകയും അങ്ങനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അന്ന് അറബി നാടുകൾ ജീവിച്ചിരുന്ന അറബ് യഹൂദന്മാർ, അറബ് ജ്യൂസ്, അവർ 9% ഉണ്ടായിരുന്നു അവിടെ ഏറ്റവും വലിയ പ്രസൻസ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ യഹൂദന്മാരുണ്ടായിരുന്നത് ഇറാഖിലായിരുന്നു. ആ ഇറാഖിലുണ്ടായിരുന്ന യഹൂദന്മാർ പോയതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുൻപ് പോയവരാണ്. ബാബിലോൺ വന്ന് അവര് അന്ന് 2 രാജ്യമായിരുന്നു, ഇസ്രയേലും ജുഡിയായും. അതിൽ ജുഡിയായിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയവരുടെ പിന്തലമുറക്കാരാണ് ഇറാഖിൽ ജീവിച്ചിരുന്നവർ. 135,000 മേളിലുണ്ടായിരുന്നു ഇറാഖിലെ യഹൂദന്മാർ. അവരാ സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്, ഭരണതലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ജേർണലിസത്തിൽ എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ആ നാട്ടിൽ ഒരു വ്യത്യാസവുമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരായിരുന്നു എന്ന് ഇന്ന് അവരുടെ പിന്തലമുറക്കാരായ പലരും ഇന്ന് സാക്ഷ്യപ്പെടുന്നവരുടെ പല പുസ്തകങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. അവരിന്ന് ജീവിച്ചിരിപ്പുണ്ട്, അവർ കുടിയേറിയവർ. അങ്ങനെ അറബ് നാടുകളിലെല്ലാം, ടുണീഷ്യല്ല, മൊറോക്കോയിലെ രാജാവിന്റെ അടുത്ത് ഹിറ്റ്ലർ നാസിയുടെ കാലത്ത് പറഞ്ഞത്, നിങ്ങൾ അവരുടെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യണം യഹൂദന്മാരുടെ. അതിനുശേഷം പറ്റാവുന്നത്തരം ആളുകളെ നിങ്ങൾ യൂറോപ്പിലേക്ക് കപ്പൽ കയറ്റി വിടണം, ഞങ്ങളുടെ ഫൈനൽ സൊല്യൂഷൻ നടത്താം, അവരെ കൊല്ലാമെന്ന് പറഞ്ഞപ്പം മൊറോക്കോയിലെ രാജാവ് പറഞ്ഞു, ദർ ഇസ് നോ ജൂ മൊറോക്കൻ ഹിയർ, ഒള്ളി മൊറോക്കൻ. ഇവിടെ യഹൂദ മൊറോക്കൻ എന്ന് പറയുന്ന ആരുമില്ല, ഇവിടെ മൊറോക്കനേ ഉള്ളൂ, അവരെല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞ ഒരു രാജാവാണെന്ന് മൊറോക്കോയിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഫ്രാൻസ് എന്ന് പറയുന്ന ഫ്രാൻസിന്റെ നാസി ഫ്രാൻസ് ആയിരുന്നവർ ആരുടെ കോളനി ആയിരുന്നു അന്ന് മൊറോക്കോ. എന്നിട്ട് വന്നിട്ട് അവിടുത്തെ രാജാവ്, അവർ കോളനി വാഴ്ച നടത്തുന്ന സമയത്ത് അവിടുത്തെ രാജാവ് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു ഒറ്റ യഹൂദ മൊറോക്കോ പൗരനുമില്ല, ഇവിടെ മൊറോക്കൻ മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് ഒരാളുടെ സിറ്റിസൺഷിപ്പും ക്യാൻസൽ ചെയ്യില്ല. ഇങ്ങനെ ഈ അറബി നാടുകളിലെല്ലാം സ്വസ്ഥവും തുല്യതയും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന യഹൂദന്മാരെ, അതിനകത്ത് പ്രത്യേകിച്ച് പാലസ്തീനിൽ ജീവിച്ചിരുന്ന ആളുകളോട് യൂറോപ്പിൽ നിന്ന് വന്നവർ പറഞ്ഞു, നിങ്ങൾക്ക് നമുക്കൊരു നാഷണൽ ഹോം കിട്ടും. അപ്പൊ അവരും മനസ്സ് തിരിഞ്ഞു. അങ്ങനെ അവരെയും കൂടെ കൂട്ടി ചേർത്തുകൊണ്ടാണ് ഈ പറയുന്ന 1948, 49, 47, 48 ആകുമ്പോഴേക്കും ഇവർ രാജ്യം സ്ഥാപിക്കുന്നതിന് വരികയും അങ്ങനെ ആണ് യുണൈറ്റഡ് നേഷൻസ് ലോബി ചെയ്തുകൊണ്ട് ഈ ജനറൽ അസംബ്ലിയിൽ ഈ റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ജനറൽ അസംബ്ലി പാസ്സാക്കുന്ന റെസൊല്യൂഷൻ ഒന്നും ലീഗലി ബൈൻഡിങ് അല്ല, അതിന്റെ പേരിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അത് സെക്യൂരിറ്റി കൗൺസിൽ പോകണം. സെക്യൂരിറ്റി കൗൺസിൽ 181 റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടില്ല. അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ അംഗീകാരത്തോടുകൂടിയുള്ള പാർട്ടീഷൻ പ്ലാൻ ആണെന്ന് പറഞ്ഞാൽ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. അങ്ങനെയല്ല സംഭവം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, യുണൈറ്റഡ് നേഷൻസിന് ഒരു ടെറിട്ടറിയെ ഒരു രാജ്യത്ത് വിഭജിക്കാനുള്ള അധികാരമില്ല. അതിന്റെ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം അത് അവരുടെ പ്ലാറ്റ്ഫോമിൽ എത്തിയാൽ മെമ്പർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടപെടാം. അതാണ് പ്രധാനപ്പെട്ടത്. അല്ലാതെ ഒരു രാജ്യത്തെയോ ഒരു ടെറിട്ടറിയെയോ വിഭജിക്കുന്നതിനോ അത് രണ്ടാക്കുന്നതിനോ അത് അംഗീകരിക്കുന്നതിനോ ഉള്ള യാതൊരു അധികാരവും യുണൈറ്റഡ് നേഷൻസ് ഇല്ല. ഉദാഹരണം, അതിനുശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിനകത്ത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്ത് അന്നത്തെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അവർ തമ്മിൽ യോജിച്ച് അതിന് ബ്രിട്ടൻ ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ന്യൂട്രലായി നിന്നുകൊണ്ടോ മൗണ്ട് ബാറ്റൻ ഗ്രൂപ്പ് ബ്രിട്ടനെ പ്രതിനിധീകരിച്ചിട്ട് നിന്നുകൊണ്ടാണ് പാർട്ടീഷൻ പ്ലാൻ നടന്നത്. അല്ലാതെ അതിനകത്ത് യുണൈറ്റഡ് നേഷൻസ് അല്ല ഒരു ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ പ്രകടിപ്പിച്ചത്. അതിനകത്ത് പാകിസ്ഥാൻ അറിയാതെയല്ല ചെയ്തത്, ഇന്ത്യ അറിയാതെയും അല്ല ചെയ്തത്. 2 രാജ്യങ്ങളിലെ നേതാക്കന്മാർ കൂടിയിരുന്നാണ് തീരുമാനിക്കുകയും ഒരു അതിർത്തി നിശ്ചയിച്ചിന് അവർ അംഗീകരിക്കുകയും ചെയ്തത്. ഇതൊന്നും പാലസ്തീനിൽ നടന്നിട്ടില്ല. പാലസ്തീനുകൾ അറിയുന്നേയില്ല. പാലസ്തീനിൽ എന്നും ഈ ശക്തമായ, അതായത് കുറച്ചുകൂടി മെച്ചപ്പെട്ടവരെന്ന് നാം വിചാരിക്കുന്ന, കുറച്ചുകൂടി സയന്റിഫിക് നോളജ് ഉള്ള, കുറച്ചുകൂടി ജനാധിപത്യ ബോധമുള്ള ഒരു കൂട്ടം ആളുകൾ, കുറച്ചുകൂടി 2ാം ലോക ആയുധത്തിൽ ഇടപെടുകയും ആയുധങ്ങൾ ഉപയോഗിക്കാൻ ശീലിക്കുകയും ചെയ്ത ഒരു കൂട്ടം മനുഷ്യർ വന്ന് നവാടുകളായിട്ടും സാധാരണക്കാരുടെ ഇടയിൽ വന്ന് ആദീശത്വം നേടുകയും അവരുടേതായ ഒരു രാജ്യം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ തുടക്കത്തിലേ ഉള്ള കുഴപ്പം. അതുകൊണ്ട് പക്ഷെ അവിടെയും ആ പ്രശ്നം തീരുന്നില്ല. പ്രശ്നം ശരിക്കും നമ്മൾ ആരോടും ചോദിച്ചാൽ എന്താണ് ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നം എന്ന് ചോദിച്ചാൽ പലർക്കും അതിനകത്ത് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയുന്നിരുന്നതാണ്. എല്ലാവരും പറയുന്നത് പാലസ്തീൻ ഒരു രാജ്യമുണ്ട്. പാലസ്തീൻ ഒരു രാജ്യം ഉണ്ടായിരുന്നു, പ്രശ്നം അത് തീരില്ല. പാലസ്തീൻ ഒരു രാജ്യം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്.
പക്ഷെ പാലസ്തീൻ രാജ്യം ഉണ്ടാകുക എന്നുള്ളതല്ല ശരിയായ പ്രശ്നം. ശരിയായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകാൻ അവർ ഒരു ടെറിട്ടറി ഒരു ബൗണ്ടറി നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ആ നിശ്ചയിച്ച ബൗണ്ടറിക്കുള്ളിൽ അപ്പോഴും അറബ്സിന്റെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ ഒരൊറ്റ വഴിയോളം ഇവിടെ ഒരു ഇലക്ഷൻ നടത്താം. കാരണം ഇവർ ജനാധിപത്യം കണ്ടു. ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹം, സയനിസ്റ്റ് മൂവ്മെന്റ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് പോലത്തെ ഒരു രാജ്യമായിരുന്നില്ല അറബ് ടെറിട്ടറികളൊന്നും. കുറച്ചുകൂടെ ഗോത്ര സ്വഭാവമുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് യൂറോപ്പ് പോലത്തെ ഒരു രാജ്യം സ്ഥാപിക്കണം. അപ്പൊ പിന്നെ അവിടെ ഇലക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ അറബുകൾ കൂടി പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ള ഒരു ഇലക്ഷനിൽ ഒരു പക്ഷേ യഹൂദന്മാർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ ഉണ്ടാക്കിയ ബ്രിട്ടന്റെ താല്പര്യത്തോടുകൂടി ജനറൽ അസംബ്ലിയും പാസാക്കിയ ഇസ്രയേലിന്റെ ഭൂമിക്കുള്ളിൽ നിന്നുണ്ടായിരുന്ന അറബികളെ പുറത്താക്കി എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും. ആ പുറത്താക്കപ്പെട്ടത് 7.5 ലക്ഷം മനുഷ്യനുണ്ടായിരുന്നു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. അത് എല്ലാ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഫോറത്തിന്റെയും വെബ്സൈറ്റുകളിൽ ചെന്നാൽ കാണാം 7.5 ലക്ഷം മനുഷ്യരെ അന്ന് ഇസ്രയേലിൽ നിന്ന് പുറത്താക്കി. ഈ പുറത്താക്കപ്പെട്ട ബഹുഭൂരിപക്ഷം ജനങ്ങളും അന്നത്തെ താൽക്കാലികമായ ഒരു പ്രശ്നത്തിന്റെ പേര് പുറത്തായെന്നാണ് അവർ വിചാരിച്ചത്. അവർ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഒരു ദേശത്ത് ഒരു കലാപം ഉണ്ടാകുമ്പോൾ ആളുകൾ ഓടിപ്പോകുന്നതാണ്. ഞങ്ങൾക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചാണ് അവരെല്ലാം ഇറങ്ങിപ്പോകുന്നത്. ആ ഇറങ്ങിപ്പോകുന്ന മനുഷ്യർ കുറെ ഗസയിൽ പോയി താമസിച്ചു, കുറെ പേർ ലെബനോനിൽ പോയി താമസിച്ചു, കുറെ പേർ ജോർദാനിൽ പോയി താമസിച്ചു, സിറിയയിൽ താമസിച്ചു, ഈജിപ്തിൽ താമസിച്ചു. അവിടെ എല്ലാം അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടാക്കി അവരോട് താമസിച്ചു. പക്ഷേ ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. തിരിച്ചു പോകാൻ ഇസ്രയേൽ അനുവദിച്ചില്ല. ഇവരിറങ്ങിപ്പോകുന്ന സ്ഥലത്ത് പിന്നീട് അവർ ആബ്സെന്റീസ് പ്രോപ്പർട്ടീസ് ലോ 1950 എന്ന് പറയുന്ന ഒരു നിയമം അവർ പാസാക്കി. അതായത് 2 വർഷമായി സ്വന്തം എന്ന് അവകാശപ്പെടാൻ ഓണർ വരാത്ത സ്ഥലമെല്ലാം ഗവൺമെന്റിൻ്റെതായി കണ്ടുകഴിഞ്ഞു. ഈ ആബ്സെന്റീസ് പ്രോപ്പർട്ടീസ് ലോ 1950 എന്ന് പറയുന്നത് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കണം. അങ്ങനെ ഈ 7 ലക്ഷം മനുഷ്യരുടെ സ്ഥലം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അനധികൃതമായി അവർ സ്വന്തമാക്കി അവിടെ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കുകയോ അത് വനഭൂമി വെച്ച് പിടിപ്പിക്കുകയോ അത് റിസർവ്ഡ് ഏരിയയാക്കി മാറ്റുകയോ ചെയ്ത മനുഷ്യരുടെ 3ാം തലമുറ ഇന്ന് അഭയാർത്ഥി ക്യാമ്പിൽ വിവിധ രാജ്യങ്ങളിൽ കിടക്കണം. അത് പാലസ്തീനികൾ അതിൽ നിന്ന് 3ാം തലമുറ ആയപ്പോഴത്തേക്കും എണ്ണത്തിൽ എത്രയോ വർദ്ധിച്ചു. അത് നേരെ പോയി പാലസ്തീനികൾ ഇന്ന് അഭയാർത്ഥി ക്യാമ്പിലാണ്. ഈ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്ന മനുഷ്യരുടെ പ്രശ്നം തീർക്കുക എന്നുള്ളതാണ് 1ാമത്തെ ലക്ഷ്യം. ഇത് 194 റെസൊല്യൂഷനായി 1948 49 ഞാൻ ഓർക്കുന്നില്ല. യുണൈറ്റഡ് നേഷൻസ് റെസൊല്യൂഷൻ 194 കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് തിരിച്ചു പോകാൻ എന്നുള്ളതാണ്. തിരിച്ചു പോയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2 കാര്യങ്ങളാണ് ഇവരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും തിരിച്ചു പോകാൻ താല്പര്യമില്ല, ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഇവരുടെ ലാൻഡ് ഇവർ ബലമായി വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ഇവരുടെ ലാൻഡ് കൈയേറുകയും ചെയ്തിരിക്കുകയാണ്. തിരിച്ചു പോകാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചു പോയി അവർ തിരിച്ചു പോയാലും കൂടെ ചെല്ലുന്നത് ഇന്നത്തെ ഇസ്രായേലോടാണ് ചെല്ലുന്നത്. അപ്പൊ അവിടുത്തെ ഡെമോഗ്രഫി മാറുകയും അവിടുത്തെ അറബ് ഭൂരിപക്ഷമായി തീരുകയും ചെയ്യും. അപ്പൊ പിന്നെ അത് ജൂയിഷ് സ്റ്റേറ്റ് അല്ലാതെ മാറുകയും ചെയ്യും. അതാണ് യഹൂദന്മാർ ഇവർ തിരിച്ചു ചെല്ലാൻ അനുവദിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ യൂറോപ്പിൽ നിന്ന് വെറും കൈയോടെയോ ഇല്ലെന്നൊരു അങ്ങേയറ്റം ദരിദ്രരായി പീഡനം അനുഭവിച്ചു വന്നതിന് ശേഷം ഇവർ ശക്തമായ ആയി തീർന്നപ്പോൾ ഇവർ ആദ്യം ചെയ്തത് ജർമ്മനിയുമായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ളതായിരുന്നു. കാരണം കഴിഞ്ഞ 10-15 വർഷമായി ഇവരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കുകയും ഇവരുടെ കമ്പനികളിൽ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഹംഗറിയിലും പോളണ്ടിലും ജർമ്മനിയിലും ചെക്കോസ്ലോവാക്യയിലും ഒക്കെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ കമ്പനികളുടെ ഷെയറുകൾ നിയമം മൂലം അവർ പിടിച്ചെടുക്കുകയും അങ്ങനെ നിർധനരായി തീർന്ന് ആ മനുഷ്യരുടെ സമ്പത്ത് പിടിച്ചെടുത്തതും അവരനുഭവിച്ച പീഡനങ്ങളുടെയും നഷ്ടപരിഹാരം തരണമെന്ന് ജർമ്മനിയുമായി അവർ നെഗോഷിയേറ്റ് ചെയ്യും. അങ്ങനെ 3 ബില്യൺ മാർക്ക് അന്ന് 1950 3 ബില്യൺ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ബില്യൺ ആയി വരും നമുക്കറിയാം. ഇത്രയും പണം നഷ്ടപരിഹാരമായി അവർ ചോദിക്കുകയും അത് ലഭിക്കുകയും ചെയ്തു. അത് നന്നായില്ല. ഞാൻ തീർച്ചയായിട്ടും 30 ബില്യൺ മാർക്ക് ഇസ്രയേലിന് കൊടുക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ അപ്പോ ഞാൻ പറഞ്ഞു വന്നൊരു സാരാംശം എന്തെന്ന് വെച്ചാൽ അപ്പൊ ഇസ്രയേലിന് അറിയാം നഷ്ടപരിഹാരം വാങ്ങേണ്ടത് എങ്ങനെയാണെന്നും കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും അത് നെഗോഷിയേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നും നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ഒരു രാജ്യം പിടിച്ചു വാങ്ങിയത് തിരിച്ചു കൊടുക്കേണ്ടതെന്നും നന്നായി അറിയാവുന്ന ഇസ്രയേൽ ഈ കഴിഞ്ഞ 79 വർഷമായി അവിടെ നിർത്തിവിട്ട് 7.5 ലക്ഷം മനുഷ്യർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് അവർക്ക് ആവശ്യമുണ്ടെങ്കിലാണ്. അവർ ആവശ്യപ്പെട്ടാലാണ്. ഒരൊറ്റ പാലസ്തീനി പോലും ഒരൊറ്റ അറബ് പോലും അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞില്ല. പിന്നെ നഷ്ടപരിഹാരം കൊടുത്തിട്ടും കാര്യമില്ല. അവർക്ക് തിരിച്ചു പോകാനുള്ള അവകാശമാണ് വേണ്ടത്. അവരുടെ പിതാക്കന്മാരായി ജീവിച്ചത് 1800 വർഷങ്ങളായി. അതായത് 49 തലമുറയായി ആ നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് അവിടെ അന്തസ്സോടെ ജീവിക്കാനും മരിക്കാനുമുള്ള അവകാശം വേണം. അവർക്ക് തിരിച്ചു പോകാനുള്ള അവകാശം വേണം. റൈറ്റ് ടു റിട്ടേൺ അതാണ് പാലസ്തീന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അല്ലാതെ ആ രാജ്യത്തെ 2 ആക്കിയാലോ 4 ആക്കിയാലോ 16 ആക്കിയാലോ ഒന്നും പ്രശ്നം തീരില്ല. ഉണ്ടാക്കാൻ ആരെക്കൊണ്ട് പറ്റില്ല എന്നുള്ള വേറെ യാഥാർത്ഥ്യം. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പോസിബിളേ അല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് അതായിരുന്നു ഇവരുടെ ലോങ് ടൈം പദ്ധതി, അവരുടെ യഹൂദന്മാരുടെ. 2ാമതൊരു സ്റ്റേറ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ ആ നാടിനെ ഛിന്ന ഭിന്നമാക്കി അതിനെ ഭൂമിശാസ്ത്രപരമായി
ഒരു തരത്തിലും ഒരു അതിർത്തി വരയ്ക്കാൻ വയ്യാത്ത പരുവത്തിലേക്ക് ഈ കഴിഞ്ഞ ഏതാണ്ട് 20 വർഷമായി പ്രത്യേക അതിന് തീർത്തു. അപ്പോ ഈ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ചിന്തിക്കാനേ വയ്യ. നമുക്ക് തന്നെ വളരെ കാൽക്കുലേറ്റ് പറയാം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ, അത് നല്ലതാണ്, ഒരു വിഷ്വൽ തിങ്കിങ് ആണ്, പക്ഷെ പ്രാക്ടിക്കലി ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ആ രീതിയിലോട്ട് അവിടുത്തെ ഭൂപ്രകൃതിയെ മാറ്റി കളഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇവർക്ക് സ്വന്തമായ ഒരു രാജ്യം സ്ഥാപിക്കോ, ഇവർക്ക് സ്വന്തമായ ഒരു പതാകയോ, യുണൈറ്റഡ് നേഷൻസ് കസേരയോ, ഇവർക്ക് നാണയമോ, ഇവർക്ക് ബാങ്കോ, ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. ഇതൊക്കെ രണ്ടാമത്തെ ആവശ്യം. ഒന്നാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭരണ സിസ്റ്റങ്ങൾ, നേർപകുതി ജനങ്ങൾ അന്യരാജ്യങ്ങളിൽ 3ാം തലമുറയായി കിടക്കുകയാണ് അഭയാർത്ഥി ക്യാമ്പിൽ. അവർ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച അഭയാർത്ഥി ക്യാമ്പിൽ ജീവിച്ച അഭയാർത്ഥി ക്യാമ്പിൽ ആ മനുഷ്യർക്ക് ജീവിതം വേണം, അവർക്ക് തിരിച്ചു വരാൻ പറ്റണം. അപ്പൊ അവർക്ക് അന്തസ്സോടെ ജീവിക്കാൻ, അന്തസ്സോടെ മരിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അവരുടെ പിതാക്കന്മാർ, അവരുടെ കുട്ടികളുടെ ചോര വേണം മണ്ണിൽ അവർക്ക് ജീവിക്കണം. ഒരാൾ പോലും അവിടെ നിന്നിട്ട് പോകാൻ തയ്യാറാണ്, ഒരാൾ പോലും നഷ്ടപരിഹാരം വാങ്ങാൻ തയ്യാറാണ്. ഇതാണ് അതിന്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറയുന്ന കുറച്ചുകൂടെ അക്കാഡമിക്കലായ കാര്യമായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ നമ്മുടെ സമയമല്ല മുന്നോട്ട് 6:40. അപ്പൊ ഞാൻ പ്രാഥമികമായ എന്റെ പ്രസന്റേഷനോടെ നിർത്തിയാണ്. ചില ചോദ്യങ്ങൾ ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉത്തരമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 20 മിനിറ്റിനുള്ളിൽ പറയാം. ഇതിന്റെ സാരാംശം എന്ന് പറയുന്നതിന്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത് ഇത്രയാണ്: അനീതിയിൽ ജനിച്ച ഒരു രാജ്യമാണ് ഇസ്രയേൽ. അവർ അനുദിനം അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കും. അഭയാർത്ഥി ക്യാമ്പ് കിടക്കുന്ന ദുരിത ജീവിതം നയിക്കും. ഇപ്പോ ഏറ്റവും അവസാനം ഞാൻ കണ്ടംപററിയിലോട്ട് വന്നിട്ടില്ല. ഇപ്പൊ ഏറ്റവും അവസാനം അവർക്ക് അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുജന മറ്റ് സാംസ്കാരികമായ ആവശ്യങ്ങൾ, ഇതിനെല്ലാം സഹായിച്ചുകൊണ്ടിരുന്ന യുണൈറ്റഡ് നേഷൻസ് UNRWA എന്ന് പറയുന്ന സംഘടനയെ പിരിച്ചുവിടുകയും അവർക്ക് പണം നൽകാതെ, അവർക്ക് വേണ്ട ഫണ്ട് നൽകാതെ അവർ നിഷ്ക്രിയമായി മാറ്റിക്കൊണ്ട് അമേരിക്കൻ നേവിയുടെ കോൺട്രാക്ടർമാരാൽ നടത്തപ്പെടുന്ന ആഹാര വിതരണ ശൃംഖലയാണ് ഇപ്പോൾ ഇവിടെ ഗസയിൽ പ്രവർത്തിക്കുന്നത്. ആഹാരത്തിന് ക്യൂ നിൽക്കുന്ന മനുഷ്യരെ വെടിവെക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയുമോ? ഒരു ആധുനിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ, ആഹാരത്തിന് ക്യൂ നിൽക്കുന്ന മനുഷ്യന്, മിനിഞ്ഞാന്നും 75 പേര് വിശന്ന് പാത്രവുമായി നിൽക്കുന്ന മനുഷ്യരെ വെടിവെക്കുന്ന IDF പട്ടാളക്കാർ നിൽക്കുന്ന ഒരു ലോകത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതിനെ ന്യായീകരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും മലയാളികളും ഉണ്ടെന്നുള്ളത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ കാര്യമാണ്. 19,000-ഓ 20,000 കുട്ടികൾ നിൽക്കുന്നത്. നമ്മൾ 19,000-20,000 ഒരു കുഞ്ഞു മരിച്ചത് നമ്മുടെ കയ്യിൽ കിടന്ന് നമ്മളൊരു കുഞ്ഞു മരിച്ചതിനെ പറ്റി ആലോചിക്കുമ്പോൾ അതിനെ നമുക്ക് അത്ര നിസ്സാരമായി കാണാൻ കഴിയും, ഒരിക്കലും കാണാൻ. അത്രത്തോളം കുട്ടികളെ കൊന്നിട്ടും അവരുടെ മേൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു നിസ്സഹായത നിശ്ചയമാക്കി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. ലോകരാജ്യങ്ങളുടെ ജനങ്ങളെല്ലാം പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ പല ഭരണകൂടങ്ങളും ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം, ഡെവലപ്മെന്റ് വേണം, സെക്യൂരിറ്റി വേണം, സർവൈലൻസ് വേണം, അതിനൊക്കെ കൊള്ളാവുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ട് അത്തരം രാജ്യങ്ങളുടെ ഗവൺമെന്റുകളെല്ലാം ഇതിനെ മൗനമായി പിന്തുണയ്ക്കുകയോ ഇല്ലെങ്കിൽ ആക്റ്റീവായി ഇടപെടാതെ ഇരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം പ്രതിഷേധിക്കുന്നു എന്നുള്ളത് ഈവൻ അമേരിക്കയിൽ പോലും വലിയ പ്രകടനം നടത്തുന്നത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നിങ്ങളും ഇത്തരം ഒരു ചർച്ച എടുത്തു വെച്ചാൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി, നിർഭാഗ്യവശാൽ അവരുടെ ഒരു കാര്യം ഇപ്പോൾ അവസാന നിമിഷത്തിൽ പണി പാളി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവരുടെ ഇറാന്റെ ഒരു പരമാധികാര രാജ്യത്തിന് മേൽ അവർ ഏതാണ്ട് 400ഓളം വരുന്ന അണുവായുധങ്ങൾ സ്വന്തം കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ട് മറ്റു രാജ്യം അണുവായുധം ഉണ്ടാക്കുമെന്ന, ഭാവിയിൽ ഉണ്ടാക്കിയേക്കാമെന്ന ഒരു അഭ്യൂഹം വരുത്തിയ ഒരു രാജ്യത്തിന് മേൽ കടന്നു കയറുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവർ ലോകത്തോട് മൊത്തം പറഞ്ഞത് ഞങ്ങളുടെ സർവൈലൻസ് സിസ്റ്റം ലോകത്തിലെ ഏറ്റവും നല്ലതാണ്, ഞങ്ങളുടെ അയൺ ഡോം എന്ന് പറയുന്നത് റീച്ച് പോലും ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ രാജ്യത്ത് കടക്കില്ല എന്ന് പറഞ്ഞതിന്റെ ഇവർ തന്നെ ഉണ്ടാക്കിയ ഒരു ഇമേജിനെ തകർത്തുകൊണ്ട് വലിയൊരു ഗോലിയാത്തിനെതിരെ ഒരു ദാവീദ് കവണിയിൽ ഒരു കല്ലുപിടുത്തെറിഞ്ഞപ്പോൾ ഇവർ പരിഭ്രാന്തരായി. ഇവരുടെ ജനങ്ങൾ യുദ്ധം കാണാത്ത, ഒരു പീഡനം കാണാത്ത, സുഖജീവിതം നയിച്ചിരുന്ന, പെരുന്നാളുകളും ഉത്സവങ്ങളും ആഘോഷിച്ച് കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം മനുഷ്യർ ബങ്കറുകളിലേക്ക് കൂടുന്ന ചിത്രം നമ്മൾ കണ്ടു. അവരുടെ കയ്യിലിരിക്കുന്ന ലോകോത്തരമല്ല, മുന്തിയതല്ല. അവർ ആയുധങ്ങൾ വെച്ച് ജീവിക്കുന്നതിന് ഇനി അവർക്ക് ക്ഷീണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ യുദ്ധത്തിന് പിന്മാറി. പക്ഷേ പിന്മാറിയപ്പോൾ ഒരു ഗസയിലെ ആക്രമണം ചെയ്യാൻ ഇതിനെതിരെ ലോക മനസ്സാക്ഷി ഉണരേണ്ടതുണ്ട്. ഇതിനകത്ത് ന്യായാന്യായങ്ങളൊന്നും തെരഞ്ഞു പോകേണ്ടതില്ല. ഇതിനകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നും പറയുന്നതാണ്. അവരുടെ നാട്ടിലേക്ക് വന്ന, ആ നാടുമായി ഒരു ബന്ധവുമില്ലാത്ത, അവരുടെ ദൈവം പറഞ്ഞു എന്ന് പറയുന്ന ചില മിത്തുകളുടെയും കഥകളുടെയും പുസ്തകങ്ങളുടെയും പേരിൽ ആ നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഭൂമി കൈയേറണമെന്ന് ഒരു യഹോവയും പറഞ്ഞിട്ടില്ല, ഒരു ബൈബിളിലും പറഞ്ഞിട്ടില്ല, ഒരു തോറയിലും പറഞ്ഞിട്ടില്ല. അവിടെ ജീവിക്കുന്ന മനുഷ്യൻ നിങ്ങൾ കൊന്നു ഓടിച്ച് അവിടെ രാജ്യം സ്ഥാപിക്കണമെന്നും ഇത്രയും കുഞ്ഞുങ്ങളെ കൊല്ലണമെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരു രാഷ്ട്രീയപരമായ ഒരു വിഷയമാണ്. ഇതിന്റെ രാഷ്ട്രീയ പരിഹാരം മാത്രമേ ഉള്ളൂ. ഈ തലമുറയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനകത്ത് ഒരാളെ എന്നെ ചോദിച്ചു ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്ന പരിഹാരം കൂടി പറഞ്ഞിട്ട് അവസാനിക്കാം. ഇത് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സൊല്യൂഷൻ അല്ല. ഒരു പക്ഷേ 2000 വരെ ആയിരുന്നിരിക്കാം. പക്ഷെ ഇന്ന് 2 രാജ്യങ്ങൾ അവിടെ ഉണ്ടാകുക സാധ്യമേ അല്ല. കാരണം ഗസയിൽ ഇനി ഒരാളെ പോലും സ്വീകരിക്കാൻ കഴിയില്ല, ഈ അഭയാർത്ഥി ആയ മനുഷ്യർക്ക് തിരിച്ചുപോകാൻ കഴിയില്ല. പിന്നെ വെസ്റ്റ് ബാങ്കിൽ ഇനി ഒരു അതിർത്തി വരയ്ക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ നാച്ചുറൽ റിസോഴ്സുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ അവർ സെറ്റിൽമെന്റ് പണിത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ പിന്നെ ഇതിനിടയ്ക്ക് ഒരു കോറിഡോർ വേണം. ഏതാണ്ട് 100 മൈൽ ദൂരം കൊണ്ട് ഈ കോറിഡോർ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു രാജ്യം ഇനി ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു ഇസ്രായേലിന്റെ താല്പര്യം. അതേതാണ്ട് ഇപ്പോ
ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ഒരു 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോസിബിൾ അല്ല. പല യഹൂദന്മാരായിട്ടുള്ള ആന്റി സയനിസ്റ്റുകളായിട്ടുള്ള പലരുടെയും അഭിപ്രായത്തിൽ ഇവർ ഒറ്റ രാജ്യമായി നിലനിൽക്കുക. പക്ഷെ അത് യഹൂദ രാജ്യമാകാൻ പാടില്ല, അത് ജൂയിഷ് സ്റ്റേറ്റ് ആയിട്ട് നിൽക്കാതെ ഇരുകൂട്ടരും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു തലമുറ അവിടെ ഉണ്ടായി വരുമെന്ന് പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം പുതിയ വരുന്ന തലമുറ ഈ പാലസ്തീനികളെ, അറബികളെ കാണുകയും ഇവർ ഭീകരരല്ലെന്ന് മനസ്സിലാക്കുകയും ഇവർ ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, സോഷ്യൽ മീഡിയ കണ്ടെത്തുന്ന ഒരു തലമുറ, മറ്റു രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നവർ കണ്ടെത്തുന്ന ഒരു തലമുറ അവിടെ വളർന്നു വരുന്നുണ്ട്. അവിടെ 10ഓളം സംഘടനകൾ ആന്റി സയനിസ്റ്റുകളായിട്ടുണ്ട്, അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ഫലം കാണാതിരിക്കില്ല. ഈ ഭീകരന്മാരായ ഭരണാധികാരികളെല്ലാം ഒരു ദിവസം നന്നായി. അതിനുശേഷം ജനാധിപത്യ ബോധമുള്ള ജനം അവിടെ ഉണ്ടാകും. അത് ഈ തലമുറയിൽ ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ ഒരു വിഷ്ഫുൾ തിങ്കിങ് ആയിട്ട് കരുതിയാൽ പോയി നാളെ ഒരു കാലത്ത് അവർ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന, പണ്ടൊരു കാലത്ത് ഏറ്റവും ശത്രുവായിരുന്ന ജപ്പാനും അമേരിക്കയും ഇന്ന് എങ്ങനെ സഹകരിക്കുന്നു, അതുപോലെ വിവിധ രാജ്യങ്ങളിലുള്ള ശത്രു മനോഭാവമുള്ള ജനതകൾ കാലം കഴിയുമ്പോൾ ക്രൂരന്മാരായ ഭരണാധികാരികളും സിസ്റ്റങ്ങളും മാറുമ്പോൾ എങ്ങനെ ഇവർ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നു, അതുപോലെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു കാലം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ജീവിക്കാവുന്ന, ഏറ്റവും സഹകരിക്കാവുന്ന മനുഷ്യരാണ് അറബികളും യഹൂദന്മാരും. അപ്പൊ അങ്ങനത്തെ ഒരു കാലം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. അന്ന് പിന്നീട് അതൊരു സയനിസ്റ്റ് സ്റ്റേജ് ആയിരിക്കില്ല. സയനിസത്തിൽ നിന്ന് യഹൂദന്മാർ തന്നെ പിന്നോട്ട് പോകും. ഇന്ന് 50% ജനങ്ങൾ സയനിസ്റ്റുകളല്ല ഇസ്രയേൽ. പക്ഷെ അവർക്ക് പ്രവർത്തിക്കാനോ സംസാരിക്കാനോ അനുവാദമില്ല. അവർ കുറച്ചുകൂടി മുമ്പോട്ട് വരികയും ഈ ക്രൂരന്മാരും ഭീകരന്മാരുമായ ഭരണാധികാരികൾ ചരിത്രത്തിൽ ആരുമല്ലാതായി അവശേഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് അവിടെ സമാധാനം പുലരുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ മുമ്പോട്ട് പോയി 40-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ചോദ്യമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു സർ ഫോർ യുവർ വണ്ടർഫുൾ പ്രസന്റേഷൻ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ദേശീയ അന്തർദേശീയ സർവകലാശാലകളിൽ ഈ വിഷയങ്ങൾ, കോൺഫ്ലിക്ട് സ്റ്റഡീസും ഇന്റർനാഷണൽ റിലേഷൻസും ഒക്കെ പഠിപ്പിക്കുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ ഒത്തിരി പേരും ഉണ്ട്. അപ്പൊ തീർച്ചയായും എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ ഒബ്സർവേഷനും ഒക്കെ ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് ആരെയും പേര് വിളിക്കുന്നില്ല. ഞാൻ ഈ ഡിസ്കഷൻ ഒരു ചോദ്യത്തോടു കൂടി തുടങ്ങി വെക്കുകയാണ്. സജി സാർ അവസാന ഭാഗത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇസ്രായേലിന്റെ നാഷണൽ സെക്യൂരിറ്റി അഹന്ത അത് ഇറാനുമായുള്ള കോൺഫ്ലിക്റ്റിൽ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. ഈ അവരുടെ സർവൈലൻസ്, അവരുടെ ആയുധശേഷി എല്ലാത്തിനും പിന്നെ അപ്രതീക്ഷിതമായി തിരിച്ചടി ഒരു പക്ഷേ ഇസ്രായേലിന് കിട്ടി എന്ന് വേണം നമ്മൾ കാണേണ്ടത്. സാഹചര്യത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഭാവി, ഞാൻ ചോദിക്കാൻ കാരണം 35% ആളുകൾ ഡുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ കുടിയേറി വന്ന് വേണമെങ്കിൽ എപ്പോഴും തിരിച്ചു പോകാൻ പറ്റാവുന്ന ആളുകൾ ഇപ്പോഴും ജ്യൂസ് എന്ന അവിടെ ഇസ്രായേലിന്റെ കൂടി സിറ്റിസൺസ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു പിന്നെ മാനസികാവസ്ഥ, അങ്ങനെ അവർ തിരിച്ചു പോവുക അല്ലെങ്കിൽ പുതിയ കുടിയേറ്റം നടക്കാതിരിക്കുക, അങ്ങനെ ഒരു രാജ്യത്ത് ഒരു സ്റ്റാഗ്നേഷൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചോളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം യഹൂദനായ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും അവൻ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടാനും അവിടുത്തെ പാസ്പോർട്ട് കിട്ടാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കെ ആ ഒരു ചാൻസിനെ മുതലെടുത്തുകൊണ്ട് ധാരാളം ആളുകൾ അവിടെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളവരുണ്ട്. ഇന്ന് ലോകത്തിൽ യഹൂദൻ സുരക്ഷിതമല്ലാത്ത ഒരു ഒറ്റ രാജ്യമുണ്ട്, അത് ഇസ്രയേലാണ്. അവിടെ അവൻ സുരക്ഷിതനല്ല. കാരണം അവർ അധിനിവേശം ചെയ്യുന്നതുകൊണ്ട് അവസാനത്തെ പാലസ്തീനിൽ ജീവിച്ചിരിക്കുന്നവരത്തേനും അവർ ഭീഷണിയിലാണ്. അവർ എത്ര മൈറ്റി പവർ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ശക്തമായ എത്രയോ വർഷങ്ങളായ ഉപരോധത്തിൽ കഴിയായിരുന്നു ഇറാൻ. പക്ഷെ ഇറാനെ സംബന്ധിച്ച് അവരുടെ 10 തന്നെ ഉണ്ട് അണ്വായുധങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പൊ അവര് ആ അണ്വായുധം ഉണ്ടാക്കുന്നതിനുപരി അവർ ശക്തമായ മിസൈലുകൾ ഉണ്ടാക്കി. ആ മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തു വിട്ടതിൽ 50% മിസൈലുകൾ ഡെമ്മി മിസൈലുകളായിരുന്നു എന്നാണ് അവർ തന്നെ പറയുന്നത്. അവരുടെ വക്താവും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗവും പറയുന്നത്. അതായത് ഈ ഒന്നിലധികം മിസൈലുകൾ ഒരേ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ അയൺ ഡോം എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആവും. അതും ഒരു ഇലക്ട്രോണിക് സിസ്റ്റം മാത്രമാണ്. അവരുടെ പരിധിക്കുള്ളിൽ, അവരുടെ ആകാശപാതകൾക്കുള്ളിൽ ഒരു മിസൈൽ വന്നാൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യേണ്ടത്, അതിന്റെ ട്രജക്ടറി എന്താണ്, അതിന്റെ സ്പീഡ് എന്താണ്, എവിടെ ഇൻറ്റർസെപ്റ്റ് ചെയ്യണമെന്ന് കമ്പ്യൂട്ടർ തന്നെ തീരുമാനിക്കുകയും അതിനുശേഷം ഇവരെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള മിസൈൽ തൊടുത്തു വിടുകയും ചെയ്യുന്ന ഒരു സംവിധാനം. ഇതിന്റെയൊക്കെ ഇത്രയും മോഡേൺ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ഇതുള്ളതാണ്, എല്ലാ യുദ്ധങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ അയൺഡോം എന്ന് പറഞ്ഞാൽ ആ ആകാശത്തിന് മുകളിൽ ഒരു കട്ടൺ ഉണ്ടാക്കി ഇതൊന്നും അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരേ സമയം ധാരാളം മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ ഇത് കൺഫ്യൂസ്ഡ് ആവും. അപ്പോ ഇതിന്റെ പ്രവർത്തനക്ഷമതയെ അത് ബാധിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് പ്രഹരശേഷിയില്ലാത്ത ഡെമ്മി മിസൈലുകളോടൊപ്പം തന്നെ പ്രഹരശേഷിയുള്ള മിസൈലുകളുമാണ് ഇറാൻ വിട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശത്തിലുള്ള വർഷങ്ങളായി ഉപരോധത്തിൽ കഴിഞ്ഞ ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര ഇടപാടുകളും ഇല്ലാത്ത, ആയുധങ്ങളും കിട്ടാത്ത, അലൈസ് ഇല്ലാത്ത, അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അലൈസ് ഉണ്ട്. പക്ഷെ എന്നാലും കാര്യമായ ആയുധങ്ങൾ ലഭിക്കാത്ത ഒരു രാജ്യത്തിന് ഇസ്രയേൽ പോലെ മൊസാദ് ലോകമെമ്പാടും പറഞ്ഞു വരുന്നത് ലോകത്തിന് ഒരു ഈച്ച പോലും കയറാത്ത ആകാശം ഉണ്ടായിരുന്നു. അവിടെ എത്രയോ പേരാണ് കൊല്ലപ്പെട്ടത്, എത്രയോ ആക്രമണം നടന്നു. നമ്മളെ കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച് നമുക്കും
സന്തോഷിക്കുന്നില്ല, അവിടെ ആക്രമണത്തെ സംബന്ധിക്കുന്നവർ സന്തോഷിക്കുന്നില്ല. പക്ഷെ അവിടെ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനുമുള്ള ഇറാന്റെ അവകാശം, അങ്ങോട്ട് കയറി ആക്രമിച്ച ഇസ്രയേലിന്റെ അവകാശമില്ലായ്മ, അതിനെ നമ്മൾ നിശ്ചയമായിട്ട് പറയേണ്ടതുണ്ട്. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഇങ്ങനെ എല്ലാ തരത്തിലും ഇപ്പൊ അവർക്ക് ഇസ്രയേലിന്റെ പെഗാസസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നിത്യോപയോഗ സാധനങ്ങളെ, മനുഷ്യന്റെ നിത്യോപയോഗ സാധനങ്ങളെ മിലിറ്ററൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമാണ് ഇസ്രയേൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെലഫോണുകൾ ഉപയോഗിക്കുക, വാക്കി ടോക്കുകൾ ഉപയോഗിക്കുക, അങ്ങനെ എല്ലാത്തരം നമ്മുടെ ഗ്രഹോപകരണങ്ങൾ, നമ്മുടെ നിത്യജീവിതം ഒഴിവാക്കാൻ വയ്യാത്ത ഉപകരണങ്ങൾ മിലിറ്ററൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു അല്ലെങ്കിൽ ഒരു നോർമലൈസ് ചെയ്യുക. യുദ്ധം എന്ന് പറയുന്നതിനെ നോർമലൈസ് ചെയ്യുന്ന രീതിയിലേക്ക്, ആക്രമണം എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരുവിധ ഗ്രഹോപകരണങ്ങൾ നമ്മൾ വ്യത്യസ്തമായി ഉപയോഗിക്കാൻ വയ്യാത്ത രീതിയിൽ ഉള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ സൊസൈറ്റിയെ മാറ്റുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഏറ്റവും വലിയ ആഘാതമാണ് ഇറാന്റെ തിരിച്ചടി. ആ യുദ്ധം നീണ്ടുപോയതിൽ ഇറാൻ ജയിക്കുമോ ഇല്ലെന്നുണ്ടെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ നിശ്ചയമായും ഇറാൻ ജയിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അത്രത്തോളം മൈറ്റി പവറാണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യങ്ങളുടെ കൂടെ ഉള്ളത്. പക്ഷേ ഒരു ഏറ്റവും മുന്തിയ പ്രതിരോധ ശേഷിയും ഇന്റൽ നടത്തുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങൾ, സർവൈലൻസ് നടത്തുന്നതിനും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ ആയുധങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ അവരുടെ സിസ്റ്റംസ്, അവരുടെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഇന്ത്യ പോലും ധാരാളം വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്നവരുടെ ശേഷി ഇപ്പോൾ ക്വസ്റ്റ്യനിലായിരിക്കാം. അവർക്ക് അത്രമാത്രം ശേഷിയുണ്ട്. അവിടെ ജനങ്ങൾ ഓടുന്ന ലോകം മൊത്തം ഉണ്ട്. അവർ എല്ലാ വാർത്താ മാധ്യമങ്ങളെയും അവർ അനുവദിക്കാതിരുന്നിട്ടും മൊബൈലിൽ പിടിച്ചതും പല രീതിയിലും ലോകം കണ്ടു അവർ പരിഭ്രാന്തരായി ഓടുന്നത്. അപ്പോൾ ഇപ്പോൾ ചോദ്യം വരുന്നുണ്ട്, അവർ ഇത്ര മികച്ച സാങ്കേതിക വിദ്യ ഉള്ളവരാണെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ അത്തരം പ്രൊപ്പഗണ്ടകൾ നടത്തിയാണ് രാജ്യങ്ങളെ അവർ കൂടെ നിർത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇറാനെ അവർ ആക്രമിച്ചത് അങ്ങേയറ്റം ബുദ്ധിമോശമായി പോയി. ഒരായുധവും ഇല്ലാതിരുന്ന പാലസ്തീന്റെ മേൽ കുതിര കയറുന്ന പോലെ ആയിരുന്നില്ല ഇറാന്റെ മേൽ കുതിര കയറിയത്. അവരും കുറച്ചൊക്കെ തയ്യാറെടുപ്പോട് കൂടിയാണ് ഇരുന്നത് ഇങ്ങനെ രാജ്യത്തിലെ ആക്രമണത്തെ. അവരാൽ കഴിയുന്ന രീതിയിലുള്ള യുദ്ധോപകരണങ്ങൾ അവർ വികസിപ്പിച്ചിരുന്നു. അത് വലിയ പ്രഹരം തന്നെ ഇസ്രായേൽ കൊടുത്തു. നമ്മൾ ഈ പ്രഹരത്തിൽ സന്തോഷിച്ചു. കൊല്ലപ്പെട്ട ഒരു ഇസ്രായേലിയെയും, അദ്ദേഹം സയനിസ്റ്റ് ആയിരുന്നാൽ പോലും നമ്മൾ സന്തോഷിക്കുന്നില്ല. കാരണം യുദ്ധം ഉണ്ടാകുന്നത് ഇല്ലാത്തൊരു ലോകമുണ്ടാകട്ടെ. പക്ഷേ അതേസമയം അത്തരം ഒരു ചിന്തയില്ലാത്ത ഒരു രാജ്യമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ ആവശ്യത്തിന് അണുവായുധങ്ങൾ ഇരിക്കുമ്പോഴും അണുവായുധം ഉണ്ടാക്കുമെന്ന ധാരണയിൽ മറ്റൊരു രാജ്യത്തെ അങ്ങനെ പുറപ്പെടുണ്ട്. അത് 1992 അന്ന് നെതന്യാഹു എന്ന് പറയുന്നത് കെന്നസത്തിൽ ഒരു എം പി മാത്രമായിരുന്നു, മെമ്പർ ഓഫ് പാർലമെന്റ് മാത്രമായിരുന്നു. കെന്നസത്തിൽ ഒരു മെമ്പർ മാത്രമായിരുന്നു. അന്ന് പറഞ്ഞു തുടങ്ങിയതാണ് ഇറാൻ ബോംബ് ഉണ്ടാക്കും. അന്ന് 4 വർഷം കൊണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം 1902 പറഞ്ഞു, 1908 പറഞ്ഞു, 1912 പറഞ്ഞു, 1918 പറഞ്ഞു, 1922, 1925 അവർ പറഞ്ഞത് ഇനി ആഴ്ചകൾക്കുള്ളിൽ മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കുന്ന. ഇത് തുടർമാനമായി ഇദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതേസമയം അവരുടെ കയ്യിലാണോ ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിനുള്ള വാതിലുകൾ അവർ തുറന്നിട്ടിരിക്കുന്നു. അവർ എപ്പോഴും തയ്യാറാണെന്ന് ഇറാൻ പറയുന്നു. പക്ഷേ അവരും അവരെ ഡിഫെൻഡ് ചെയ്യുന്നതിനുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഈ സമയത്ത്. ആ ആയുധങ്ങൾ ഇസ്രയേലിന്റെ ആയുധ ശേഷിയെ, അവരുടെ പ്രതിരോധ ശേഷിയെ ടെസ്റ്റ് ചെയ്തപ്പോ ഇസ്രയേൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ അത്തരം കാര്യങ്ങൾ. അപ്പോ ഞാൻ ആത്യന്തികമായി യുദ്ധത്തിന്റെ ജയത്തെ പരാജയത്തെ കുറിച്ചാണ്. യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യന്റെ പരാജയമാണ്. അതിൽ ആരും മിച്ചം വരുന്നത് മാത്രമേ ഉള്ളൂ, ആരും ജയിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഇസ്രയേലിന്റെ സാങ്കേതിക മികവിനെ കുറിച്ച്, പ്രതിരോധ ശേഷിയെക്കുറിച്ച്, അവരുടെ ഇന്റർ സംവിധാനത്തെ കുറിച്ച് എല്ലാം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പോ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. കാരണം അവരുടെ തെരുവിൽ നിന്നും ബങ്കറിലോട്ട് ഓടുന്ന ജനം ആ ജനത്തെ, അതേസമയം ഇറാനിൽ ജനങ്ങൾ തെരുവിലായിരുന്നു. അവർക്ക് ഈ പറയുന്ന സംവിധാനങ്ങൾ ഒന്നുമില്ലായിരുന്നു. അവരുടെ ജനങ്ങൾ തെരുവിൽ നിന്നും പ്രകടനം നടത്തുകയും പ്രകടനം നടത്തുകയും ചെയ്ത് ഇവർ ബന്ധത്തിൽ കൂടുകയായിരുന്നു. അപ്പൊ അതൊരു അവരുടെ സാങ്കേതിക മികവിനെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ ഇസ്രയേൽ പാലസ്തീൻ വിഷയമോ ഇല്ലെങ്കിൽ ഇസ്രയേൽ ഇറാൻ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ നെറ്റിൽ തിരഞ്ഞാലോ വീഡിയോ കേൾക്കാൻ തുടങ്ങിയാലോ ധാരാളം ഇൻഫർമേഷൻ നടത്തുന്നത്. അതിൽ കൂടുതലും പ്രൊപ്പഗണ്ടയാണ്, സത്യമല്ലാതിരിക്കുക. ഞാൻ അത്തരം സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകാതിരിക്കുന്നതിന്റെ കാരണം കുറച്ചൊക്കെ അതിലൊരു ഇമോഷണലായ സൈഡോ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ നൈതികമായ സൈഡ് പറയാനുള്ള കാരണം ഇൻഫർമേഷൻസ് അവൈലബിൾ. പക്ഷെ നിങ്ങൾ ഏത് പക്ഷം പിടിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അടി കൊണ്ടവന്റെ കൂടെ നിൽക്കുക, ദുർബലനായവന്റെ കൂടെ നിൽക്കുക, വീട് നഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കുക, കുട്ടികൾ നഷ്ടപ്പെടുന്നവന്റെ കൂടെ നിൽക്കുക, എന്നും അധിനിവേശം ചെയ്യപ്പെടുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് വെറും നീതി മാത്രം. ഒരു നീതിയുടെ പക്ഷം നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കുറെ നമ്പേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഓർത്താക്കി ഇതെല്ലാം അവൈലബിൾ ആണ്, ഫിംഗർ ടിപ്പിൽ അവൈലബിൾ ആണ്. കുട്ടികൾ, ഇസ്രായേൽ കൊന്ന കുട്ടികൾ 19,000 ആണോ 20,000 ആണോ എന്ന് പറയും തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരാളെങ്കിലും ഒരാൾ
അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ ഒക്ടോബർ 7 കുറിച്ച് ചർച്ച വരുമ്പോൾ ഞാൻ ആ ചർച്ചയിൽ ഒരിക്കലും ഞാൻ ഭാഗഭാക്കാകാത്തതിന്റെ കാരണം ഒക്ടോബർ 7 നിശ്ചയമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ ഒക്ടോബർ 7 വരെ, ഒക്ടോബർ 6 വരെ നടന്ന കൊലപാതകം, ആ വർഷത്തെ മാത്രം 2023 ജനുവരി തൊട്ട് ഒക്ടോബർ 6 വരെ നടന്നിരിക്കുന്ന കാര്യമെങ്കിലും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിനൊരു ന്യായം പാലിച്ചു കൊടുക്കാം. അന്നേരം കൊല്ലപ്പെട്ട 54 കുട്ടികളോളം കൊല്ലപ്പെട്ടു, 250ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. അവരെങ്കിലും ഒന്ന് ന്യായം പാലിച്ചു കൊടുക്കാം. 48 തൊട്ടുള്ളത് വേണ്ട. അപ്പോ ഒരു ദിവസം ആകാശത്തിന് കുട്ടി വീണ ഒരു സംഭവമല്ല ഒക്ടോബർ 7 എന്ന് പറയുന്നത്. ഇവിടെ ഒക്ടോബർ 7 എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒക്ടോബർ 6 വരെയുള്ള കാര്യത്തിൽ ന്യായം പാലിച്ചു നമുക്ക് നിശ്ചയമായിട്ട് അത് പറയേണ്ടതുണ്ട്. ഒക്ടോബർ 6 കുറിച്ച് ചർച്ച ചെയ്യാം, അതിനകത്ത് ശരികളും പറയാം. പക്ഷെ അതിനു മുൻപേ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, അന്ന് വരെ കൊല്ലപ്പെട്ട മനുഷ്യർ, അവരുടെ ബന്ധുക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ റിറ്റാലിയേഷൻ ആയിരുന്നു ഒക്ടോബർ 7. അവരുടെ ആക്രമണമായിരുന്നില്ല, അത് പ്രത്യാക്രമണമായിരുന്നു. ആക്രമണവും പ്രത്യാക്രമണവും ഒരു കണ്ണിലൂടെ കാണാൻ നമുക്ക് പറ്റില്ല. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളോട് നമുക്ക് ഇനി ഒരു 5-6 മിനിറ്റ് ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ആവാം, കമന്റ്സ് ആവാം. ഇതിനകത്ത് അക്ഷരെ ചോദ്യം ചോദിക്കൂ, ഉത്തരം പറയൂ, ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട വിഷയമൊന്നുമല്ല. ഇത് വളരെ മാനുഷികമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. കുറെ ഇൻഫർമേഷൻ നമ്മുടെ തലച്ചോറിൽ കയറ്റി വെച്ചിട്ടും കാര്യമില്ല. നമ്മൾ ഇതിനകത്ത് ആരുടെ കൂടെ നിൽക്കുന്നു, നമ്മൾ നീതിയുടെ പക്ഷം നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ന്യായമാണ്. അതിനോട് നമ്മൾ ചേരുന്ന ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അവിടെ 48 തൊട്ട് ഇന്ന് വരെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ കണക്കും അതൊക്കെ അവരുടെ കയ്യിലുണ്ട്, പാലസ്തീനിയുടെ കയ്യിലുണ്ട്. അത് ലോകത്തിന് മുമ്പിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൗതുകരമായ ഒരു കാര്യം, ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുന്ന ഏതെങ്കിലും എനിക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ബന്ധപ്പെടുന്നത് ഇസ്രയേലിൽ തന്നെയുള്ള നോൺ സയനിസ്റ്റുകളല്ലാത്ത ധാരാളം സംഘടനകളുണ്ട്. അവർക്ക് പ്രവർത്തിക്കാൻ അനുവാദമില്ല, പക്ഷെ അവർ ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് അവർക്ക് ഒരു വിഷയത്തിന് തോന്നിയാൽ അവർ നമുക്ക് ഇൻഫർമേഷൻ ഒരു കൂട്ടം മനസ്സിലാവും. നജീബ് എന്തെങ്കിലും പറയാണോ? നജീബ് ഓക്കെ. അപ്പൊ ഇൻഫർമേഷൻസ് അവൈലബിൾ. നമ്മൾ പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഏത് കാര്യം, ഇത് മുഴുവൻ കാണാപ്പാടം പഠിച്ചിട്ടും ഇത് മുഴുവൻ ഇതിന്റെ പണ്ഡിതനായി തീർന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ നീതിയുടെ പ്രശ്നം എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതാണ് നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട്. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടി, ആഹാരത്തിന് വേണ്ടി തൂങ്ങിക്കുന്നവർക്ക് വേണ്ടി, വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി. ഒരു രാജ്യം നമ്മുടെ മുമ്പിൽ കാണെ ഒരു പ്രദേശം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സമയമുണ്ടോ? ഒരു ചോദ്യം ചോദിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് എപ്പോഴും യുദ്ധം നിർത്തി രണ്ട് രാജ്യങ്ങളും ഇറാഖിന്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ജൂതന്മാരുണ്ട് ഇപ്പോഴും എന്ന് കേൾക്കുന്നു. അത് ശരിയാണോ? ഇറാഖില് എവിടെ ജൂതന്മാരുണ്ടെന്നാണ്? ഇറാഖില് ജൂതന്മാരില്ല. അവിടെ ഉണ്ടായിരുന്നത് അതായത് 1948 ഇസ്രയേൽ എന്ന ഒരു രാജ്യം ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന ഏകദേശം കണക്കിന് പറഞ്ഞ 135,000 അതിന് മുകളിൽ. അതായത് അറബ് രാജ്യങ്ങളിൽ, അറബ് പ്രദേശങ്ങളിൽ, പലരും രാജ്യമായി മാറിയിട്ടില്ലോ, അറബ് ടെറിട്ടറിയിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുണ്ടായിരുന്ന ഇറാഖിലാണ്. ബഹുഭൂരിപക്ഷം പേരും ആ ബഹുഭൂരിപക്ഷത്തിൽ അതിനെ സംബന്ധിച്ച് വളരെ കൂടുതൽ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഈ യഹൂദന്മാര് കുറച്ചു പേര് ഇസ്രയേൽ എന്ന് പറയുന്ന നാഷണൽ ഹോം എന്നാണ് ടെർമിനോളജിക്കകത്ത്. പിന്നെ അവർ നടത്തിയ പ്രൊപ്പഗണ്ടകൾക്കകത്ത് കുറെ പേര് തിരിച്ചു പോയി. പിന്നെയും തിരിച്ചു പോകാതെ വന്നപ്പോൾ ഇറാഖിനും അവരോട് താല്പര്യമില്ലാതായി മാറി. കാരണം ഈ പാലസ്തീനികൾ പുറത്താക്കി. അവർ ഇറാഖിൽ ചെന്നിട്ടുണ്ട്. അവർ മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളെ തങ്ങളുടെ സംശിഷ്ടങ്ങൾ മതപരമായി തങ്ങളുടെ കൂടെ നിൽക്കുന്ന അറബികൾ എന്ന് പറയുന്ന അവരുടെ തന്നെ വംശത്തിൽപ്പെട്ട ആളുകളെ ഇസ്രയേലിന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ നിശ്ചയമായിട്ടും അവരുടെ രാജ്യത്ത് വന്ന ഇസ്രയേലികളോട് യഹൂദന്മാരോട് അവർക്ക് താല്പര്യം കുറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് 49 തോന്നുന്നു, അതോ 50 അവിടെ ഒരു 1 ഇയർ ഒരു വിൻഡോ പീരീഡ് അന്നത്തെ ഗവൺമെന്റ് കൊടുത്തു. അതായത് 1 ഇയറുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. യഹൂദന്മാരെ നിങ്ങൾക്ക് ഇസ്രയേലോട് പോകാൻ താല്പര്യം രജിസ്റ്റർ ചെയ്യുക. ഈ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 1 വേ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യും. നിങ്ങൾക്ക് ഇറാഖി എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. ഇസ്രയേൽ ചെന്ന് കഴിഞ്ഞാൽ പാസ്പോർട്ട് നിങ്ങൾ ഇസ്രയേലിലെ മാറുമല്ലോ. അങ്ങനെ യഹൂദന്മാരോട് പോകാൻ ഒരു ഓഫീസ് തുറന്നു. ബാഗ്ദാദിൽ ഒരു ഓഫീസ് തുറന്നു. അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ 1 ഇയറിനുള്ളിൽ നിങ്ങൾ, കാരണം വിമാനത്തിലോ പോകുന്നില്ല, അപ്പൊ കപ്പലിൽ പോകുന്ന അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇവര് രജിസ്റ്റർ ചെയ്ത് ക്യൂ ചെയ്തുകൊണ്ട് 10,000 പേരാണ് രജിസ്റ്റർ ചെയ്തത്. വെറും 10,000 പേര്. ബാക്കിയുള്ള യഹൂദന്മാർക്ക് ഇറാഖിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അത് ഇസ്രയേലിനെ ശരിക്കും പാനിക്കാത്തി. കാരണം സമീപ രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്രയേലിൽ യഹൂദന്മാർ കൂടി വന്നാലേ ഇവർ ഭൂരിപക്ഷമാകത്തുള്ളൂ. തന്നെ അവരെല്ലാം കൊണ്ടുവരികയും വേണം. അപ്പൊ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ IDF-ന്റെ മുൻഗാമിയായിരുന്ന ഒരു ഭീകര സംഘടന ഉണ്ട്, ഇർഗൻ എന്നൊക്കെ പറയുമ്പോൾ, അദാന ഇർഗൻ എന്നൊക്കെ പറയുന്നത്. ഈ സംഘടനകൾ ഇറാഖിലെ സിനഗോഗിന് ബോംബ് വെച്ചു.
ബോംബ് വെച്ചതിന് ശേഷം ഇത് അറബ്സ് ആണെന്ന് പറഞ്ഞു വരുത്തി. അങ്ങനെ അവിടുത്തെ ഇസ്രായേലികൾ നിങ്ങൾ ഇവിടെ ഇസ്രായേലിലുള്ള യഹൂദന്മാർ നിങ്ങൾ ഇവിടെ സുരക്ഷിതരല്ലെന്നും ഇവിടെ അറബ്സ് ആണെന്നും ഇന്നലെ വരെ ഒരുമിച്ച് കഴിഞ്ഞ മനുഷ്യർ, ആ രാജ്യത്തിന്റെ ഭാഗമായി നൂറ്റാണ്ടുകളായി കഴിഞ്ഞ മനുഷ്യരെ അവിടെ നിന്ന് ഭയപ്പെടുത്തി ഓടിക്കുന്നത് ഇസ്രായേലിലൂടെ പ്രവർത്തനം. അതിനകത്ത് 4 പേരെ അതിനുശേഷം ഇറാഖിലെ കോടതി ശിക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. അതിന് സംബന്ധിച്ച ഡോക്യുമെന്റ്സ് ഉണ്ട് കേട്ടോ. ആബി സലീം എന്ന് പറയുന്ന ഇറാഖി യഹൂദൻ അവിടെ നിന്ന് കുടിയേറ്റ നിയമപ്രകാരം ഇസ്രയേലിൽ വരികയും 1967 6 ഡേ വാറിൽ പങ്കെടുക്കുകയും അതിനുശേഷം 6 ഡേ വാറിൽ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഇസ്രയേൽ ചെയ്യുന്ന കൊടിയ അനീതിയാണെന്ന് മനസ്സിലായിട്ട് അദ്ദേഹം വീണ്ടും ഇസ്രയേൽ ഉപേക്ഷിച്ച് പോവുകയും ചെയ്ത മനുഷ്യന്റെ പുസ്തകം ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഇതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇറാഖിൽ നിന്ന് ഇപ്പോൾ യഹൂദന്മാരുടെ പെർസെന്റേജിനെ കുറിച്ച് എനിക്ക് അത്ര നിശ്ചയമില്ല. പക്ഷെ അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. നജീബും നേർച്ചയായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ആവശ്യമൊന്നുമിനോട് തന്നെ ചോദിക്കാം. കാരണം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. വൃത്തനായിപ്പം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്തു, ഇപ്പോ ഓക്സ്ഫോർഡ് ജീവിച്ചിരിപ്പുണ്ട്. അതോട് തന്നെ ചോദിക്കാം നമുക്ക്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എടുത്തിരിക്കാം. പക്ഷേ പിന്നെ ഞാൻ തുടക്കത്തിൽ ചോദിക്കാൻ വന്ന കാര്യം, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇടയ്ക്കിടയ്ക്ക് 2 രാജ്യങ്ങളോടും ബന്ധപ്പെടുകയും അവർ യുദ്ധം നിർത്തി എന്ന് 2-3 പ്രസ്താവന ഇറക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷവും യുദ്ധം തുടരുന്നുണ്ട്. അത് പ്രസിഡന്റിന് നോബൽ സമാധാന സമ്മാനം കിട്ടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അദ്ദേഹം വെറുതെ പറയുന്നതാണോ നമ്മളെ ആളുകളെ പോലെ, അതോ പിന്നെ യഥാർത്ഥ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ട്രംപ് കുറച്ച് ദേഷ്യപ്പെട്ട് എന്താ പറയാ ഇസ്രായേൽ അവര് എന്താ പറയാ സീസ് ഫയർ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതായിട്ടും ഒരു വീഡിയോ കണ്ടിരുന്നു. അത് എത്രത്തോളം? ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് എന്ന് പറഞ്ഞാൽ പ്രവചനാതീതമായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് നാളെ പറയില്ല, നാളെ പറഞ്ഞ് മാറ്റി പറയുന്ന ഒരു മടിയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരാണ്, അതൊരു ബിസിനസ്സുകാരാണ്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്. അതിൽ നിന്ന് രാഷ്ട്രീയത്തിലോട്ട് വന്നത് ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല അദ്ദേഹം എന്തും പറയും, അതിന് മാറ്റി പറയും. ഇത്ര താരിഫ് ഇമ്പോസ് ചെയ്യുന്നു പറയും, പിറ്റേ ദിവസം പറയുക ഞാൻ അവർക്ക് താരിഫ് ഇമ്പോസ് ചെയ്യുന്നില്ലെന്ന് പറയും. അങ്ങനെ മാറ്റി പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയാൻ പറ്റാത്ത ഒരു കച്ചവടക്കാരാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഗസയെ കണ്ടിട്ട് ഒരു ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ലാൻഡ് എന്ന് മാത്രമാണ് അദ്ദേഹം കണ്ടത്. അവിടെ താമസിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമ്മളൊക്കെ പറയുമല്ലോ, ജനനി ജന്മഭൂമിച്ച സ്വർഗാദപി ഗരീസി നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? നമ്മുടെ അമ്മയെ പോലെ തന്നെയാണ് നമ്മുടെ മാതൃദേശം എന്ന് പറയുന്ന. അത് നമുക്ക് ബാധകമാണെങ്കിൽ അതിനേക്കാൾ ഗൗരവമായിട്ട് കാണുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് പാലസ്തീനികൾ. അവർ ചത്താലും കൊന്നാലും അവരാ നാട്ടിൽ പോകില്ല എന്നുള്ള കാര്യം ഇത്രയും ദിവസത്തെ 50,000 പേരെ കൊന്നിട്ടും അത് പാലസ്തീനും ക്ഷമിക്കണം ഇസ്രയേലും മനസ്സിലായിട്ടില്ല, ട്രംപിനും മനസ്സിലായിട്ടില്ല. ഇതൊരു ബീച്ച് ഫ്രണ്ട് ആയിട്ട് അവിടെ ഹോട്ടൽ ഡെവലപ്പ് ചെയ്യാനൊന്നും നടക്കില്ല. അവിടെ ഇനിയുണ്ട് 10, 19, 20 ലക്ഷം മനുഷ്യർ. 20 ലക്ഷം മനുഷ്യർ കൊന്നു തീർക്കണമെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ യുദ്ധം നടന്ന അധിനിവേശം നടന്ന സമയത്ത് കൊന്നത് 50,000 പേരെയാണ് ഒരു വർഷം കൊണ്ട്. 50,000 പേര് ഒരു വർഷം കൊണ്ട് പറഞ്ഞാൽ 19 ലക്ഷം മനുഷ്യരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ 38 വർഷം ഈ റേറ്റിൽ കൊന്നു തീർത്താൽ. അങ്ങനെ കൊന്നു തീർക്കാൻ അവർക്ക് കഴിയുമോ? കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്നിട്ടും അദ്ദേഹം പറയുകയാണ് ഇവരെല്ലാം നാടുകളിൽ പോട്ടെ, ഞങ്ങൾ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് നടത്തും എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ട്രംപ്. അതുകൊണ്ട് ട്രംപിന്റെ വാക്കുകൾ വിശ്വസിക്കാനില്ല. ട്രംപ് ഇന്ന് പറയുന്നതിന് നാളെ പറയില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് കച്ചവടം ഒരു ബിസിനസ് താല്പര്യമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു രാഷ്ട്രീയക്കാരനെ അല്ല. ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനോ സഭ്യതയോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമുള്ള വിഷയമേ അല്ല. അതേസമയം തന്നെ ഇനി അദ്ദേഹം എന്ത് തീരുമാനിച്ചാലും, അമേരിക്കൻ പ്രസിഡന്റുമാർ എന്ത് തീരുമാനിച്ചാലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ലോബികളുണ്ട്. അവരുടെ താല്പര്യം മാത്രമേ സംരക്ഷിക്കപ്പെടുത്തുള്ളൂ. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ഫോറിൻ പോളിസിയാണ്. അവിടെ സുപ്രീമസിയെ ലോകം മുഴുവൻ അംഗീകരിക്കണം. ആരെങ്കിലും ശക്തമാകുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളെ ഇല്ലാതാക്കുകയും ആ രാജ്യങ്ങളെ വരെ ആക്രമണം നടത്തുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഫോറിൻ പോളിസിയാണ്. അവർ തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നത് വലിയ സെക്യൂരിറ്റി സിസ്റ്റവും ഒരു യുദ്ധോപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ മുന്തിയ ഒരു രാജ്യമാണ് ഇസ്രയേൽ. കുശാഗ്ര ബുദ്ധിയുള്ള രാജ്യമാണ് ഇസ്രയേൽ എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അത് അങ്ങോട്ട് കിട്ടുന്നത് പക്ഷെ തിരിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെയുള്ള ക്രിസ്ത്യൻ സയനിസ്റ്റ്, അവിടുത്തെ ശക്തമായ ഇസ്രയേൽ ലോബി, ഇതൊന്നും അപ്പുറത്ത് പോകാൻ ഒരു പ്രസിഡന്റിനും കഴിയില്ല. അത് ഏത് പ്രസിഡന്റിനും കഴിയില്ല. മാറ്റേണ്ടത് അവരുടെ ഫോറിൻ പോളിസിയാണ്. അവിടുത്തെ ലോബിങ് ശക്തികളാണ്. അതിനപ്പുറത്ത് വെറും അവിടുത്തെ പ്രസിഡന്റുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയും ഒരു പാവകളാണെന്ന് പറയും. അതിനപ്പുറത്തോട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ അവർക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല അദ്ദേഹം എങ്ങനെയാണ് പ്രസ്ഥാനങ്ങൾ നടത്തുന്നത്. യുദ്ധം പിന്നെ അദ്ദേഹം ഒരു മാൻ ഓഫ് ഡീൽ എന്ന് വേണമെങ്കിൽ പറയും. യുദ്ധത്തോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കച്ചവടത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. അമേരിക്ക ഒന്നാമത് നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. അതുള്ള ഫോറിൻ പോളിസിയാണ്. ലോകത്തിൽ 2 പോളിസിയാണ് ഇപ്പോൾ ഡേഞ്ചർ ആയിട്ടുള്ളത്. ഒന്ന് അമേരിക്കയുടെ ഫോറിൻ പോളിസി, 2 ഇസ്രയേലിന്റെ സെറ്റിൽമെന്റ് പോളിസി. ഇത് രണ്ടും മാറുക എന്നുള്ളത് കുറച്ചുകൂടി ജനാധിപത്യ ബോധമുള്ള ഒരു കൂട്ടം മനുഷ്യർ വരികയും അമേരിക്കയുടെ ഫോറിൻ പോളിസി മാറാൻ അതിനേക്കാൾ ശക്തരായ യൂണിപ്പോളാർ ലോകമല്ലാതെ മറ്റ് റഷ്യ വീണ്ടും ശക്തമായി വന്നിരിക്കുന്നു. ചൈന സാമ്പത്തികമായി സൈനികമായോ അവരോടൊത്തും പോയി ആക്രമിക്കുന്നതിൽ സാമ്പത്തികമായി മുന്നോട്ട് വരും. ഇങ്ങനെ വരുമ്പോൾ അവരുടെ ഫോറിൻ പോളിസിയിൽ മാറ്റം ഉണ്ടാകും. ഇതിനേക്കാൾ ശക്തമായിരുന്ന അനേക സാമ്രാജ്യങ്ങൾ തകർന്നു വരുന്ന ലോകമാണ്. റോമ സാമ്രാജ്യം ഉണ്ടായിരുന്നു, ഗ്രീക്ക് ഉണ്ടായിരുന്നു, ബാബിലോൺ ഉണ്ടായിരുന്നു,
ഇങ്ങനെ പലതരം സാമ്രാജ്യങ്ങൾ ശക്തിയായ ലോകത്തുണ്ടായിട്ട് അവരൊന്നും ഇല്ലാതെ പോയ പോലെ തന്നെ നാളെ ഈ അമേരിക്കൻ സാമ്രാജ്യവും ഇല്ലാതായി പോകുമെന്ന് അവർ കരുതുന്നില്ല. പക്ഷെ അതാണ് ലോകചരിത്രം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കാലത്ത് ഇവർ സമാധാനം ഉണ്ടാവും. അവരില്ലാതെ ഇസ്രയേൽ യുദ്ധം ചെയ്യാൻ 2 ദിവസം പോലും യുദ്ധം ചെയ്യാൻ ഇസ്രയേലിന് ശേഷിയില്ല. സാമ്പത്തികമായ ഒരു പ്രശ്നത്തിലാണ്. അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങൾ അവർക്കെതിരെ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയൊരു ഒരു ദീർഘകാലം ഈ പ്രശ്നം നീണ്ടുപോകുമെന്ന് വിചാരിക്കരുത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ തലമുറയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതിന് ഏറ്റവും നല്ല തെളിവാണ് നമ്മുടെ മലയാളം. അവരിന്നും ഇസ്രയേലിനെ സ്നേഹിക്കുകയും പ്രേമിക്കുകയും പുകഴ്ത്തുകയും ഈ അനീതി കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരായി സാംസ്കാരിക കേരളം മാറിയിരിക്കുന്നു. എന്ന് ഞാൻ മൊത്തത്തിൽ പറയുന്നില്ലെങ്കിലും അതിനൊരു പ്രാമുഖ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ളത് നിർഭാഗ്യകരം. ഓക്കെ, ഇനി ആരെങ്കിലും? മുസമ്മിൽ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രാജേഷ് സാർ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സാറ് ആരാണ്? രാജേഷ് സാർ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. സജി മാർക്കോസ് സാറിന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാരണം ഇതാണ് കേട്ടോ. നമുക്ക് കുറെ ഇൻഫർമേഷൻ അത് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ അത് മനഃപൂർവ്വമാണ് അതുകൊണ്ട് പറയാം. അത്തരം കാര്യങ്ങൾ പറയുന്നതിലുപരി നമ്മളൊരു പക്ഷത്ത് നിൽക്കുക, നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഫർമേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഡോക്യുമെന്റ്സ്, ബുക്സ് ഇതെല്ലാം ധാരാളം അവൈലബിൾ ആണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ സ്പെസിഫിക് ആയ തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എനിക്കറിയാം നിങ്ങൾ കുറച്ചുകൂടി അക്കാഡമിക്കലായിട്ട് മുമ്പോട്ട് നിൽക്കുന്നവരും അതിന് ഗൗരവമായി ചിന്തിക്കുന്നവരും ഒക്കെയാണ് എന്നറിയാം. പക്ഷേ എന്തായാലും നിങ്ങൾ പ്രോഗ്രാം വളരെ നന്ദി. എനിക്ക് പോകേണ്ടതുണ്ട്. ഡോക്ടർ കെ രാജേഷ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ വളരെ